ഈ കഥ റിയലായിട്ട് സംഭവിച്ചതാണ്. അതുമാത്രമല്ല, അതിഭീകര കഥയാണ്. ചിലപ്പോൾ കേട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇങ്ങനെയും ഈ ലോകത്ത് മനുഷ്യരുണ്ടോ എന്ന്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാകും. ഒരു കാര്യവും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നേരെ കഥയിലേക്ക് കടന്നാലോ? കഥയുടെ തുടക്കത്തിൽ തന്നെ 1966 ഒക്ടോബർ 5-നാണ് വുൾഫ് ഗാങ് സ്മിത്ത് എന്ന ഈ കുട്ടി ജനിച്ചത്. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൽ ജനിച്ച ആദ്യത്തെ കുട്ടിയായിരുന്നില്ല വുൾഫ് ഗാങ്. അവനൊരു ചേട്ടനും പിന്നീട് ജനിച്ചൊരു അനുജനും ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ, പ്രത്യേകിച്ചും ഈ വുൾഫ് ഗാങ്ങിനോട് മാത്രം വീട്ടിൽ വളരെ വിചിത്രമായി പെരുമാറ്റം തുടങ്ങി. കുടുംബം മുഴുവനും അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. പ്രത്യേകിച്ചും അമ്മ. 7 വയസ്സായപ്പോഴേക്കും തന്നോട് മാത്രമാണ് ഈ തെറ്റുകൾ സംഭവിക്കുന്നതെന്നും മറ്റെല്ലാവരും സാധാരണക്കാരാണെന്നും വുൾഫ് ഗാങ്ങിന് മനസ്സിലായി. പ്രത്യേകിച്ച് വുൾഫ് ഗാങ്ങിന്റെ മനസ്സിൽ അമ്മയെക്കുറിച്ചൊരു പ്രത്യേക പ്രതിച്ഛായ രൂപപ്പെട്ടിരുന്നു. 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് അധികാരം കുറവായതിനാൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കുടുംബത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നു. ഈ സമയത്തിന് ശേഷം അമ്മയെ കാണുമ്പോൾ വുൾഫ് ഗാങ്ങിന് വല്ലാത്തൊരു അനുഭവം തോന്നി. അവൻ അമ്മയോട് ഒരു പ്രത്യേക ആഗ്രഹം സൂക്ഷിച്ചിരുന്നു. അമ്മയോ അച്ഛനോ ഇല്ലാത്തപ്പോൾ വുൾഫ് ഗാങ് ഒളിച്ചും പാത്തും അവരുടെ മുറിയിൽ പോകുമായിരുന്നു. അലമാര തുറന്ന് പ്രത്യേകിച്ച് അമ്മയുടെ അടിവസ്ത്രങ്ങൾ തിരയും. അത് കിട്ടിയാൽ ആ അടിവസ്ത്രങ്ങൾ സ്വയം ധരിച്ചുകൊണ്ട് അമ്മയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അവൻ ശ്രമിച്ചു. അമ്മയുടെ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് അവനും അമ്മയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതായി വുൾഫ് ഗാങ്ങിനെ അനുഭവപ്പെട്ടു. ഇത് പിന്നീട് ദിവസേനയുള്ള ശീലമായി മാറി. വുൾഫ് ഗാങ് ഒളിച്ചും പാത്തും അമ്മയുടെ മുറിയിൽ പോവുകയും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. കാലം മുന്നോട്ടു പോയപ്പോൾ അടിവസ്ത്രങ്ങൾ മാത്രമല്ല, അമ്മയുടെ പാവാടകളും ടോപ്പുകളും വരെ അവൻ ആ മുറിയിൽ വെച്ച് ധരിച്ചു നോക്കാൻ തുടങ്ങി. എന്നാൽ എത്ര നാൾ ഇത് തുടരും? ഒരു ദിവസം അമ്മ അവനെ കൈയോടെ പിടികൂടി. വളരെ ക്രൂരമായി അവനെ തല്ലിച്ചതച്ചു. ഈ പ്രവൃത്തി തനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതിൽ അമ്മയ്ക്ക് എന്താണ് പ്രശ്നമുള്ളതെന്ന് വുൾഫ് ഗാങ്ങിന് മനസ്സിലായില്ല. അവൻ അവരുടെ വസ്ത്രങ്ങളല്ലേ ധരിച്ചു നോക്കുന്നത്, അതിലെന്താണ് തെറ്റ്? ഈ തല്ലിനു ശേഷം വുൾഫ് ഗാങ്ങിന്റെ ഭ്രമം അത്രയേറെ വർദ്ധിച്ചു. അവൻ പല മാർഗങ്ങളും സ്വീകരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയേക്കാം. വുൾഫ് ഗാങ് അമ്മയുടെ അടിവസ്ത്രങ്ങൾ എടുത്ത് അതേ മുറിയിലെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ടോയ്ലറ്റ് ഷീറ്റിന്റെ അടപ്പ് തുറന്ന് താഴെയുള്ള വെള്ളത്തിൽ വിസർജ്യങ്ങൾ കലർന്ന മാലിന്യം അതിൽ മുക്കി, എന്നിട്ടത് പിഴിഞ്ഞെടുത്ത് ധരിക്കും. അതിനുശേഷം അതിൽ തന്നെ ഛർദ്ദിക്കുകയും മലവിസർജനം നടത്തുകയും ചെയ്യും. ആ മലത്തിൽ ഈ വസ്ത്രങ്ങൾ നന്നായി കുഴച്ച് ആ മലം പുരണ്ട വസ്ത്രങ്ങൾ അവൻ ധരിക്കും. ഇതിൽ നിന്നാണ് അവന് ആനന്ദം ലഭിക്കുന്നത്. ആളുകൾ ഏത് തരത്തിലാണ് ഇപ്പോൾ ആനന്ദം കണ്ടെത്തുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. വീണ്ടും അത് തന്നെ സംഭവിച്ചു. അവന്റെ അമ്മ ഇത് വീണ്ടും കണ്ടു. ഇത്തവണ അവന്റെ അമ്മ അവനെ വളരെ ക്രൂരമായി തന്നെ തല്ലിച്ചതച്ചു. എന്ന് മാത്രമല്ല, വൈകുന്നേരം വന്ന അച്ഛനോടും പറഞ്ഞു. അച്ഛനും വുൾഫ് ഗാങ്ങിനെ വടികൊണ്ട് നന്നായി തല്ലി. ഈ സമയത്ത് ഏതൊരു മാതാപിതാക്കളാണെങ്കിലും കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി മാനസിക ചികിത്സ നൽകേണ്ടതായിരുന്നു. എന്നാൽ ചികിത്സയ്ക്ക് പകരം വുൾഫ് ഗാങ്ങിന്റെ മാതാപിതാക്കൾ ശിക്ഷ നൽകാനാണ് തീരുമാനിച്ചത്. അവനെ കൂടുതൽ ക്രൂരമായി തല്ലി. എന്നാൽ ഇതെല്ലാം സംഭവിച്ചതോടെ അവൻ കൂടുതൽ ദുശ്ശാഠ്യക്കാരനായി മാറി. വുൾഫ് ഗാങ്ങിന്റെ മനസ്സ് ഇത്രയും കാലം എങ്ങനെയാണോ രൂപപ്പെട്ടത്, അതവൻ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വീട്ടിലമ്മ അടിവസ്ത്രങ്ങൾ ലോക്കിട്ട് സൂക്ഷിക്കാൻ തുടങ്ങിയതോടെ വുൾഫ് ഗാങ് പുറത്ത് ചവറ്റുകൂനകളിലും മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിലും പോയി സ്ത്രീകൾ ഉപേക്ഷിച്ച അടിവസ്ത്രങ്ങൾ തിരയാൻ തുടങ്ങി. അതിശയം എന്തെന്നാൽ ഓരോ ദിവസവും ഒരു ചാക്ക് നിറയെ അടിവസ്ത്രങ്ങൾ അവന് കിട്ടാൻ തുടങ്ങി. അത് വീട്ടിൽ കൊണ്ടുവന്ന് ആരെയും അറിയിക്കാതെ വീടിന്റെ പിന്നിൽ അവൻ ഉണ്ടാക്കിയ വലിയ കുഴിയിൽ നിക്ഷേപിക്കും. മുകളിൽ മണ്ണിട്ട് മൂടും. രാത്രിയിൽ മണ്ണ് മാറ്റി അതിൽ നിന്നും അടിവസ്ത്രങ്ങൾ പുറത്തെടുക്കും. ആ അടിവസ്ത്രങ്ങൾ നിലത്ത് വൃത്തിയാക്കി നിരത്തിയിട്ട് അതിന്റെ മുകളിലിരുന്ന് മലവിസർജനം നടത്തും. വിസർജനം കഴിഞ്ഞാൽ ആ അടിവസ്ത്രങ്ങളെല്ലാം ആ മലത്തിൽ തേച്ചു പിടിപ്പിച്ച് അത് സ്വയം ധരിച്ച് തൃപ്തിയടയും. വുൾഫ് ഗാങ് അനുഭവിച്ചിരുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞത് കോപ്രിഫീലിയ എന്ന് വിളിച്ചു. മനുഷ്യന്റെ മലമൂത്ര വിസർജനങ്ങളോട് അമിതമായ ഭ്രമം തോന്നുന്ന അവസ്ഥയാണിത്. ഇത് വുൾഫ് ഗാങ്ങിന് ഒരു ശീലമായിരുന്നില്ല, അതവന്റെ ആവശ്യമായി മാറിയിരുന്നു. ജീവിക്കാൻ അവന് വിസർജ്യം ആവശ്യമായിരുന്നു. ഈ അടിവസ്ത്രങ്ങൾ ശേഖരിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. തനിക്ക് സന്തോഷം നൽകുന്നത് ഈ അടിവസ്ത്രങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും സ്ത്രീയോ പെൺകുട്ടിയോ തരുന്ന അനുഭവം. അതായത് അടിവസ്ത്രങ്ങളിലൂടെ അവൻ ഒരു സ്ത്രീയുടെ സാന്നിധ്യം അനുഭവിക്കുകയും അതിലൂടെ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അവനൊരു സ്ത്രീയെ ആവശ്യമുണ്ട്, തന്റെ ഈ ഭ്രമം അവരുമായി പങ്കുവച്ച് തൃപ്തിയടയാൻ. പക്ഷേ വുൾഫ് ഗാങ് താമസിച്ചിരുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. അവിടെ ഒരു സ്ത്രീയുമായി സംസാരിക്കാനോ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനോ ഉള്ള സാധ്യതകളില്ലായിരുന്നു. അതിനാൽ തന്റെ ആഗ്രഹം ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അത് ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കേണ്ടി വരുമെന്ന് അവന് മനസ്സിലായി. അവന്റെ 18ാം പിറന്നാളിന് തൊട്ടു മുമ്പായി
അച്ഛൻ വീട്ടുകാരെ ഉപേക്ഷിച്ച് നാട് വിട്ടു. ഇനി വീട്ടിൽ അമ്മയുടെ വാക്ക് മാത്രമേ നടക്കൂ. ഉൾഫ് ഗ്യാങ്ങിനും സഹോദരങ്ങൾക്കും അത് ബാധകമായിരുന്നു. എന്നാൽ അച്ഛൻ പോയത് ഉൾഫ് ഗ്യാങ്ങിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. മുമ്പ് 2 പേർ ചേർന്നാണ് അവനെ തല്ലിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരാൾ മാത്രം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ കലാപങ്ങൾ നിയന്ത്രിക്കുന്ന പോലീസ് സേനയിൽ ഉൾഫ് ഗ്യാങ് ചേർന്നു. 10 വർഷത്തേക്കുള്ള ജോലി ലഭിച്ചതോടെ അയൽക്കാരുടെ കണ്ണിലും സ്കൂൾ സുഹൃത്തുക്കളുടെ കണ്ണിലും ഉൾഫ് ഗ്യാങ് മികച്ച ഭാവി പ്രതീക്ഷ നൽകുന്ന ഒരു മിടുക്കനായി മാറി. ജോലിക്കിടെ അവന്റെ ബന്ധങ്ങൾ വികസിച്ചു. അങ്ങനെ അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവർ പ്രണയത്തിലായി, വിവാഹം കഴിച്ചു. അവർ പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഈ വിവാഹത്തോടെ ഉൾഫ് ഗ്യാങ്ങിന്റെ ഇരട്ട ജീവിതം, ഡബിൾ ലൈഫ് തുടങ്ങുകയാണ്. ഭാര്യയോടൊപ്പം താമസിക്കാനായി അവനൊരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തു. ആ അപ്പാർട്ട്മെന്റിൽ ഒരു മുറി അവൻ തന്റേതായി മാത്രം സൂക്ഷിച്ചു. അത് തന്റെ ജോലിയുടെ മുറിയാണെന്ന് ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അതിൽ ഇടപെട്ടില്ല. താൻ താമസിക്കുന്നത് ലോകമെമ്പാടും കുപ്രസിദ്ധനാകാൻ പോകുന്ന ഒരാളോടൊപ്പമാണെന്ന് അവൾക്കപ്പോൾ മനസ്സിലായില്ല. വിവാഹശേഷം ഉൾഫ് ഗ്യാങ് അവിടെയും നിന്നില്ല. ഭാര്യയുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചെന്ന് മാത്രമല്ല, മറ്റു പല വീട്ടിലെ സ്ത്രീകളുടെ അവരുടെ അടിവസ്ത്രങ്ങൾ ഉണങ്ങാൻ പുറത്തിട്ടിരുന്നെങ്കിൽ അവയും മോഷ്ടിച്ച് അവൻ ആ മുറിയിൽ കൊണ്ടുവരും. ഭാര്യയിൽ നിന്നും ലഭിക്കാത്ത ആ സംതൃപ്തി അവൻ ഈ മോഷണത്തിലൂടെ കണ്ടെത്തി. 1989 ഏപ്രിൽ ആയപ്പോഴേക്കും അവൻ ജോലി ചെയ്തിരുന്ന പോലീസ് ഫോഴ്സിൽ അവന് താമസിക്കാൻ ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചിരുന്നു. പതിവ് പരിശോധനയിൽ അവന്റെ മുറിയിൽ നിന്നും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ കണ്ടെടുത്തു. ഇത് കാരണം അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ജോലി പോയതിൽ അവന് വലിയ വിഷമമുണ്ടായില്ല. ലോകത്തെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ജോലി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ നൽകുന്ന, തൊഴിൽ ഇല്ലാത്തവർക്ക് നൽകുന്ന വേതനം കൊണ്ട് അവന് ജീവിക്കാമായിരുന്നു. 1989 ഏപ്രിലിൽ ജോലി പോയ ശേഷം ഒക്ടോബർ 1989 അവനൊരു സ്റ്റീൽ ഫാക്ടറിയിൽ ജോലിക്കായി പ്രവേശിച്ചു. താനൊരു കുടുംബസ്ഥനും ജോലി ചെയ്യുന്നവനുമാണെന്ന് ഭാര്യയെയും ലോകത്തെയും കാണിക്കാനായി. ദിവസവും രാവിലെ സൈക്കിളെടുത്തവൻ വീട്ടിൽ നിന്നും ഫാക്ടറിയിലേക്ക് പോകും. ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. ഈ 6 കിലോമീറ്റർ ദൂരത്തിന്റെ ഇടയിൽ 2 ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ജോലിക്ക് കയറി 15 ദിവസങ്ങൾക്ക് ശേഷം 16-ാം ദിവസം രാവിലെ സൈക്കിളിൽ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ഉൾഫ് ഗ്യാങ് വഴിയിൽ ഒരു വലിയ ഷെഡ് കണ്ടു. അവിടെ ഒരു പ്രായമായ ദമ്പതികൾ താമസിച്ചിരുന്നു. ആ സ്ത്രീ തന്റെ അടിവസ്ത്രങ്ങൾ കഴുകി ഒരു കയറിൽ ഉണങ്ങാനിട്ടിരിക്കുന്നു. സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ കയറിൽ കിടക്കുന്ന അടിവസ്ത്രങ്ങൾ കണ്ടതും ഉൾഫ് ഗ്യാങ്ങിന്റെ ഉള്ളിൽ തീ ആളിക്കത്തി. അവൻ സൈക്കിൾ നിർത്തി കയറിനടുത്ത് പോയി അടിവസ്ത്രങ്ങൾ ഊരിയെടുത്ത് മണത്ത് നോക്കി. ആ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി. അതേസമയം ഷെഡിന്റെ മറ്റേ ഭാഗത്ത്, അതായത് കയറിന്റെ മറുവശത്ത്, 51 വയസ്സുള്ള എഡൽ എന്നൊരു വൃദ്ധ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ്. എഡലിനെ കണ്ടതും ഉൾഫ് ഗ്യാങ്ങിന്റെ ഉള്ളിലെ മൃഗീയത ഉണർന്നു. ഈ വൃദ്ധയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ആയുധം സമീപത്തുണ്ടോ എന്ന് അവൻ നോക്കി. ഷെഡിന്റെ പുറത്ത് കിടന്നിരുന്ന ഉപകരണത്തിൽ നിന്നും അവനൊരു ചുറ്റികയും ഒരു കത്തിയും എടുത്തു. എന്നിട്ട് ആ 51 വയസ്സുള്ള സ്ത്രീയുടെ അടുത്തേക്ക് പോയി. ഉൾഫ് ഗ്യാങ്ങിന് അന്ന് 24 വയസ്സായിരുന്നു. എഡലിന്റെ പിന്നിലായിരുന്നു അവൻ നിന്നിരുന്നത്. തന്നെ നോക്കി ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ എഡൽ തിരിഞ്ഞു നോക്കി. വലിയൊരു അപകടം അടുത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എഡൽ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ടതും ഉൾഫ് ഗ്യാങ് തന്റെ കയ്യിലെ ചുറ്റിക കൊണ്ട് എഡലിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എഡൽ നിലത്ത് വീണ് നിലവിളിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് തന്നെ അവൻ ചുറ്റിക കൊണ്ട് തലയിൽ വീണ്ടും ശക്തമായി അടിച്ചു. എഡൽ തൽക്ഷണം മരിച്ചു. വൃദ്ധയുടെ ജീവനെടുത്ത ശേഷം ഉൾഫ് ഗ്യാങ് എഡലിന്റെ മൃതദേഹം വലിച്ചഴിച്ച് ഷെഡിനകത്തേക്ക് കൊണ്ടുപോയി. ഷെഡിനകത്ത് മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന് അവൻ അറിയില്ലായിരുന്നു. നിർഭാഗ്യവശാൽ എഡലിന്റെ ഭർത്താവ് അപ്പോൾ മാർക്കറ്റിൽ പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എഡൽ രക്ഷപ്പെട്ടേനെ. അകത്തു കൊണ്ടുപോയി എഡലിന്റെ ഒരു അടിവസ്ത്രം ഉപയോഗിച്ച് കഴുത്തിൽ കെട്ടിമുറുക്കി മരണം ഉറപ്പിച്ചു. അതിനുശേഷം ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂരത. മരിച്ച ആ സ്ത്രീയെ അവൻ ബലാത്സംഗം ചെയ്തു. എന്നാൽ ഇത് അവിടെ നിർത്താൻ അവന് കഴിഞ്ഞില്ല. വീടിന്റെ ഉള്ളിൽ സുരക്ഷിതമല്ലെന്നും എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും വരാമെന്നും അവൻ അറിയാമായിരുന്നു. വീടിന്റെ തൊട്ടുപിറകിലായി ഒരു വനപ്രദേശം തുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ത്രീയുടെ മൃതദേഹം കാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് തന്റെ കോപ്രിഫീലിയയുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ അവൻ തീരുമാനിച്ചു. അവിടെ നിന്നും പുറപ്പെടുന്നതിനു മുമ്പ് ഉൾഫ് ഗ്യാങ് ഷെഡിലെ അലമാരകളല്ല എഡലിന്റെ എല്ലാ അടിവസ്ത്രങ്ങളും ഒരു സഞ്ചിക്ക് അകത്താക്കി. ഉടൻ തന്നെ മൃതദേഹം തോളിലെടുത്ത് പിന്നിലൂടെ ഓടി. ഇവൻ ഓടുന്ന സമയത്ത് ചില അയൽക്കാർ ഇവനെ കണ്ടു. "ഹേയ്, നീ എന്തായി ചെയ്യുന്നേ?" എന്ന് ചോദിച്ചെങ്കിലും അവൻ വളരെ വേഗത്തിൽ ഓടിപ്പോയതിനാൽ ആരും കാര്യമായി ശ്രദ്ധിച്ചില്ല. കാടിന്റെ ഉള്ളിലെത്തിയ ഉൾഫ് ഗ്യാങ് ആ സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആ അടിവസ്ത്രങ്ങൾ തിരികെ കയറ്റുകയും പുറത്തെടുക്കുകയും ചെയ്തു. അതിലെ മലമൂത്ര ഗന്ധം മണത്ത് ആസ്വദിച്ചുകൊണ്ട് അവൻ സ്വയം തൃപ്തിയടഞ്ഞു. ശേഷം ആ മൃതദേഹം തിരികെ ഷെഡിനകത്ത് കൊണ്ടുവന്നു വെച്ചു. വൈകുന്നേരം എഡലിന്റെ ഭർത്താവ് തിരികെ വന്നപ്പോൾ വീട്ടിലെ അവസ്ഥ കണ്ട് പോലീസിനെ വിളിച്ചു.
എഡലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. തലയിൽ മാരകമായ മുറിവുകളുണ്ടായിരുന്നു. മരണശേഷം പോലും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു. പോലീസിന് ഒരു കാര്യം മനസ്സിലായി: ഇത് മോഷണ ശ്രമമായിരുന്നില്ല. കാരണം വീട്ടിൽ നിന്നും വിലയേറിയതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. എഡലിന്റെ മൃതദേഹം കാട്ടിലേക്ക് കൊണ്ടുപോവുകയും തിരികെ വെക്കുകയും ചെയ്തതിന്റെ രക്തത്തുള്ളികളുടെ പാതയും അവർ കണ്ടു. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള വ്യക്തിയാണ് ചെയ്തതെന്ന് അവർ ഉറപ്പിച്ചു. ഷെഡിന്റെ പുറത്തു നിന്നും വലിയ കാലടയാളങ്ങൾ പോലീസിന് ലഭിച്ചു. ഈ കാലടയാളങ്ങൾ സാധാരണയായി പോലീസുകാർ ഉപയോഗിക്കുന്ന ഷൂവിന്റേതാണെന്ന് മനസ്സിലായപ്പോൾ പോലീസുകാരുടെ ശ്രദ്ധ മുഴുവനും സ്വന്തം സ്റ്റാഫ് മെമ്പേഴ്സിലേക്ക് പോയി. ചില ദൃക്സാക്ഷികൾ മൃതദേഹവുമായി ഓടിപ്പോയ ആളെക്കുറിച്ച് ഏകദേശ വിവരങ്ങൾ നൽകി. ഉയരമുള്ള തടിച്ച വെളുത്ത നീണ്ട മുടിയുള്ള ഒരാൾ. എന്നാൽ പ്രധാന തെളിവ് ആ കാലടയാളം തന്നെയായിരുന്നു. 1990 ആയപ്പോഴേക്കും എഡലിന്റെ ഭർത്താവിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിച്ചു. 1989 ജർമ്മനിയിൽ രാഷ്ട്രീയപരമായി വലിയ മാറ്റങ്ങൾ സംഭവിച്ചതിനാൽ പോലീസിന് ഡാറ്റാബേസുകൾ ലഭിക്കാൻ കാലതാമസം വന്നു. അതിനാൽ കാലടയാളങ്ങൾ ഒത്തുനോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 1990 മെയ് 24 അടുത്ത ആക്രമണമുണ്ടായി. വുൾഫ് ഗ്യാങ് അന്ന് കൂട്ടുകാരുമായി സൈക്കിളിൽ കറങ്ങുകയായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിന് പുറത്ത് പുതിയൊരു മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം കാണിക്കുന്ന ബോർഡ് അവൻ കണ്ടു. കൂട്ടുകാരിൽ നിന്ന് മാറി അവൻ ആ വഴിക്ക് പോയി. സൈക്കിൾ നിർത്തി മാലിന്യ കൂമ്പാരത്തിൽ അടിവസ്ത്രങ്ങൾ തിരയുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു വാനിൽ താമസിച്ചിരുന്ന 51 വയസ്സുള്ള ക്രിസ്റ്റ് എന്നൊരു സ്ത്രീ ഇത് കാണുകയും, നീ അവിടെ എന്താ ചെയ്യുന്നേ? ഈ മോശത്തരം ഇവിടെ കാണിക്കരുത്, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. വുൾഫ് ഗ്യാങ് തിരിഞ്ഞു നോക്കി. താൻ ഈ വൃത്തികേട് ചെയ്യുന്നത് ഈ സ്ത്രീ കണ്ടത് അവനിൽ ലജ്ജയുണ്ടാക്കി. ആ സ്ത്രീ മരിച്ചേ പറ്റൂ എന്ന് അവൻ തീരുമാനിച്ചു. ഉടനെ അവൻ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും തിരഞ്ഞൊരു കമ്പിയെടുത്തു. വുൾഫ് ഗ്യാങ് ആ കമ്പിയെടുത്ത് ക്രിസ്റ്റിന്റെ നേർക്ക് ഓടി. ക്രിസ്റ്റ് പ്രതികരിക്കുന്നതിന് മുമ്പ് അവൻ ആ കമ്പി പോലത്തെ വസ്തു ക്രിസ്റ്റിന്റെ കഴുത്തിൽ ചുറ്റി വലിച്ചു ഞെരിച്ചു. ക്രിസ്റ്റ് അപ്പോ തന്നെ മരിച്ചു, നിലത്ത് വീണു. മൃതദേഹം എടുത്ത് വുൾഫ് ഗ്യാങ് അടുത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചവൻ ബലാത്സംഗം ചെയ്തു. ഡെഡ് ബോഡികളുമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തനിക്ക് ഏറ്റവും വലിയ ആനന്ദം നൽകുന്നു എന്ന് അവന് മനസ്സിലായി. ഈ 2 കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്യാത്തതായിരുന്നു, വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ്. എന്നാൽ ഇനി താൻ ചെയ്യേണ്ടത് കൃത്യമായി ആസൂത്രണം ചെയ്ത് വേണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കി. ഒന്നാമത്തെ നിയമം: ഏത് പ്രായത്തിലുള്ളവരും ഏത് വർഗത്തിലുള്ളവരുമായി കൊള്ളട്ടെ, ഒരു സ്ത്രീയെയും വെറുതെ വിടരുത്. രണ്ടാമതായി, അടുത്ത തവണ ഇറങ്ങുമ്പോൾ ആയുധങ്ങൾ, മുഖംമൂടി, ജാക്കറ്റ് എന്നിവയെല്ലാം സജ്ജമായിരിക്കണം. 2. കൊലപാതകങ്ങൾ ചെയ്തതിനാൽ പോലീസ് എപ്പോൾ വേണമെങ്കിലും തന്നെ പിടികൂടാമെന്ന ഭയം അവനുണ്ടായിരുന്നു. 1990 ജൂലൈയിൽ ഒരു വധശ്രമം കൂടി നടന്നു. അതിനുശേഷം സംഭവം ആളുകൾ മറക്കാൻ വേണ്ടി അവൻ 8 മാസത്തോളം കാത്തിരുന്നു. 1991 മാർച്ച് 13 34 വയസ്സുള്ള ഇങ്ക ഫിഷർ എന്നൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും തിരികെ പോവുകയായിരുന്നു. വൈകുന്നേരമായതിനാൽ അവൾക്ക് കാട് മുറിച്ച് കടക്കേണ്ടി വന്നു. പെട്ടെന്നൊരു ഓട്ടത്തിന്റെ ശബ്ദം കേട്ട് ഇങ്ക തിരിഞ്ഞു നോക്കി. ബ്ലാക്ക് ഹുഡി ധരിച്ച് കറുത്ത മാസ്ക് വെച്ച് കയ്യിൽ കത്തി പിടിച്ചൊരാൾ മുന്നിൽ നിൽക്കുന്നു. ആ മനുഷ്യൻ ഇങ്കയുടെ അടുത്തേക്ക് ഓടിയെത്തി. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഇങ്കയ്ക്ക് മനസ്സിലായി. വുൾഫ് ഗ്യാങ് ഓടി വന്ന് ഇങ്കയെ പിന്നിൽ നിന്നും കഴുത്തിൽ പിടിച്ചു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഇങ്കയുടെ വയറ്റിൽ വശങ്ങളിൽ തുടരെ തുടരെ കുത്താൻ തുടങ്ങി. ഇങ്ക ഉറക്കെ നിലവിളിച്ചു. വുൾഫ് ഗ്യാങ് അവളെ വലിച്ചഴിച്ച് താൻ നേരത്തെ കണ്ടുവച്ച കാട്ടിലെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ ധാരാളം അടിവസ്ത്രങ്ങൾ നിരത്തിയിട്ടിരുന്നു. ഇങ്കയെ നിലത്ത് കിടത്തി അവൻ കത്തികൊണ്ട് വീണ്ടും കുത്തി. ഇങ്കയുടെ മൃതദേഹത്തിൽ വുൾഫ് ഗ്യാങ് ആദ്യം മൂത്രവിസർജനം നടത്തി. ശേഷം അവളുടെ മുകളിൽ ഇരുന്ന് മലവിസർജനം നടത്തി. മലം കൈകൊണ്ടെടുത്ത് ഇങ്കയുടെ മരിച്ച ശരീരത്തിൽ മുറിവുകളിൽ പോലും അവൻ തേച്ചു പിടിപ്പിച്ചു. മൃതദേഹം പൂർണ്ണമായും വിസർജ്യത്തിൽ മൂടി. അതിനുശേഷം ഇങ്കയുടെ മൃതദേഹത്തിൽ ബലാത്സംഗം ചെയ്തു. ഇങ്കയുടെ മൃതദേഹം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസിന് ലഭിച്ചത്. മൃതദേഹത്തിന് ചുറ്റും ഇങ്കയുടേതല്ലാത്ത നിരവധി സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും ഫോൺ മാഗസിനുകളും കണ്ടെത്തി. മുമ്പ് നടന്ന 2 കൊലപാതകങ്ങളുമായി ഈ സംഭവത്തിന് സാമ്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അവർ ഒരു സീരിയൽ കില്ലറുമായിട്ടാണ് ഇടപെടുന്നതെന്ന് പോലീസിന് ബോധ്യമായി. ഈ വിവരം പുറത്തറിയുന്നത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി പോലീസ് മാധ്യമങ്ങളിൽ വിവരങ്ങൾ നൽകിയില്ല. പകരം ആളുകളോട് ഒറ്റയ്ക്ക് നടക്കരുതെന്ന് മാത്രം ഫ്ലെയറുകൾ വിതരണം ചെയ്തു. എന്നാൽ ഈ മുന്നറിയിപ്പ് ഒരു റഷ്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രം എത്തിയില്ല. ഇങ്കയുടെ കൊലപാതകം നടന്ന് 19 ദിവസങ്ങൾക്ക് ശേഷം 1991 മാർച്ച് 22 33 വയസ്സുള്ള തമാര തന്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയുമായി സ്ട്രോളറിൽ കാട് മുറിച്ച് കടക്കുകയായിരുന്നു. വുൾഫ് ഗ്യാങ് തമാരയെ ആക്രമിച്ചു. കുഞ്ഞ് സ്ട്രോളറിൽ കിടന്ന് കരയാൻ തുടങ്ങി.
തമാരയെ കാടിന്റെ ഉൾഭാഗത്തേക്ക് വലിച്ചുകൊണ്ടുപോയ അവൻ തലയിൽ ക്രൂരമായി ചവിട്ടി. തമാരയുടെ തലയോട്ടി തകർന്നു. അവർ ആ സമയം ബോധരഹിതയായി. തമാര നിശബ്ദയായെങ്കിലും കുഞ്ഞ് കരച്ചിൽ തുടർന്നു. കുട്ടിയുടെ കരച്ചിൽ നിർത്താനായി വുൾഫ് ഗാങ് സ്ട്രോളർ വലിച്ചഴിച്ച് താൻ കൊലപാതകം ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. വുൾഫ് ഗാങ് ആ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ താഴെ ഇലകളിൽ കിടത്തി. അവൻ കുട്ടിയുടെ തലയിൽ 4 തവണ ചവിട്ടി. എന്നിട്ടും കരച്ചിൽ നിർത്താതിരുന്നപ്പോൾ കുട്ടിയെ കാലിൽ തൂക്കിയെടുത്ത് സമീപത്തെ മരത്തിൽ ശക്തിയായി ഇടിച്ചു. കുഞ്ഞ് തൽക്ഷണം മരിച്ചു. മരണം ഉറപ്പിക്കാനായി കുഞ്ഞിന്റെ വയറ്റിൽ ചവിട്ടുകയും ആന്തരിക അവയവങ്ങൾ പുറത്തു വരികയും ചെയ്തു. ശേഷം അവൻ തമാരയുടെ ഒരു അടിവസ്ത്രം ഉപയോഗിച്ച് അവളുടെ വായ അടച്ചു. മറ്റൊന്ന് കഴുത്തിൽ മുറുക്കി ഞെരിച്ചു കൊന്നു. അതിനുശേഷം മൃതദേഹത്തിൽ ബലാത്സംഗം ചെയ്തു. ഈ ക്രൂരത കണ്ട പോലീസ് ഞെട്ടിപ്പോയി. 3 മാസം പ്രായമുള്ള കുഞ്ഞിനോട് ഇത്ര ക്രൂരമായി ആരെങ്കിലും പെരുമാറുമെന്ന് അവർ കരുതിയില്ല. തമാരയുടെ കൊലപാതകം നടന്ന സ്ഥലത്തും മറ്റ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ, പോൺ മാഗസിനുകൾ എന്നിവ കണ്ടെത്തി. ഈ അടിവസ്ത്രങ്ങളിൽ കൂടുതലും പിങ്ക് നിറത്തിലുള്ളതായിരുന്നു. അങ്ങനെയാണ് പോലീസ് വുൾഫ് ഗാങ് സ്മിത്തിന് ദ പിങ്ക് ജയന്റ് എന്ന് പേരിട്ടത്. 48 പോലീസ് ടീമുകൾ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറായി. തന്റെ ഭാര്യയുടെ മുന്നിൽ മാന്യൻ, സ്റ്റീൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവൻ, എല്ലാവരുമായി സൗഹൃദത്തിൽ പെരുമാറുന്നവൻ, ഇങ്ങനെയുള്ള ഒരാളെ ആരും സംശയിക്കില്ല. വുൾഫ് ഗാങ് പോലീസിന്റെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തമാരയുടെ കൊലപാതകത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം വുൾഫ് ഗാങ് അടുത്ത ഇരയ്ക്കായി തയ്യാറെടുത്തു. 12 വയസ്സുള്ള 2 പെൺകുട്ടികൾ അവരുടെ നായക്കുട്ടിയുമായി കാട്ടിൽ നടക്കുകയായിരുന്നു. വുൾഫ് ഗാങ് അവരെ ആക്രമിച്ചു. ഒരു കുട്ടിയെ മുടിയിൽ പിടിച്ചപ്പോൾ രണ്ടാമത്തെ കുട്ടി കുതിറിമാറി ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് വുൾഫ് ഗാങ് രണ്ടാമത്തെ കുട്ടിയെ വെറുതെ വിട്ടു. അല്ലെങ്കിൽ അവന് 2 പേരും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരു കുട്ടി ഓടിപ്പോയതിനാൽ ആരെങ്കിലും സഹായത്തിന് വരുമെന്ന് ഭയന്ന് അവൻ രണ്ടാമത്തെ കുട്ടിയെയും വിട്ടു. ഓടിപ്പോയ കുട്ടികൾ മാതാപിതാക്കളെയും പോലീസിനെയും വിവരമറിയിച്ചു. പോലീസുകാർ ഉടൻ സ്ഥലത്തെത്തി. കുട്ടികൾക്ക് വുൾഫ് ഗാങ്ങിന്റെ മുഖം വ്യക്തമായി ഓർമ്മയുണ്ടായിരുന്നു. കാരണം ആക്രമണത്തിന്റെ ഇടെ ഒരു കുട്ടി അവന്റെ മാസ്ക് വലിച്ച് താഴെയിട്ടു. 2 കുട്ടികളും ചേർന്ന് വുൾഫ് ഗാങ്ങിന്റെ ഏകദേശ രേഖാചിത്രം സ്കെച്ച് പോലീസ് തയ്യാറാക്കി നൽകി. പിറ്റേന്ന് തന്നെ ആ രേഖാചിത്രം എല്ലാ പത്രങ്ങളുടെയും മുൻപേജിൽ വന്നു. ഇതാണ് പിങ്ക് ജയന്റ്. തന്റെ ചിത്രം പത്രത്തിൽ കണ്ടിട്ടും വുൾഫ് ഗാങ് ഭയന്നില്ല. പകരം അവന് ഡു ഓർ ഡൈ എന്ന അവസ്ഥയായി. അവൻ അടുത്തുള്ള ഫിച്ച് ആൻഡ് ടൗൺ എന്ന പട്ടണത്തിലേക്ക് പോയി. 1991 ഏപ്രിൽ 5-ന് 61 വയസ്സുള്ള ഹനലോർ എന്ന സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട് അവൻ കണ്ടുവച്ചു. അന്ന് വൈകുന്നേരം അവർ ഉറക്ക ഗുളികകൾ കഴിച്ച് ഗാഠനിദ്രയിലായിരുന്നു. അന്ധകാരം പരന്നപ്പോൾ വുൾഫ് ഗാങ് ആ വീടിനകത്ത് കയറി. അവൻ ഓരോ മുറിയും അലമാരകളും പരിശോധിച്ചു. ഹനലോറിന്റെ അടിവസ്ത്രങ്ങളെല്ലാം ശേഖരിച്ച് അവൻ ഉറങ്ങിക്കിടക്കുന്ന മുറിയിലെത്തി. അവിടെ നിലത്ത അടിവസ്ത്രങ്ങളെല്ലാം വിരിച്ച് അതിൽ മൂത്ര വിസർജനം നടത്തി. ശേഷം ഉറങ്ങിക്കിടന്ന ഹനലോറിന്റെ നെഞ്ചിൽ കയറിയിരുന്ന് അടുത്തുണ്ടായിരുന്ന ലാൻഡ് ലൈൻ ഫോണിന്റെ കോഡ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു. ഉറക്കത്തിൽ 61 വയസ്സുള്ള ഹനലോർ മരണത്തിന് കീഴടങ്ങി. പതിവ് പോലെ കൊലപാതകത്തിന് ശേഷം അവൻ മൃതദേഹത്തിൽ ബലാത്സംഗം ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹനലോറിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇവിടെയും വിലയേറിയതൊന്നും നഷ്ടപ്പെട്ടില്ല. ഇത് രാജ്യമെങ്ങും ചർച്ചയായ പിങ്ക് ജയന്റിന്റെ ജോലിയാണെന്ന് പോലീസിന് ഉറപ്പായി. ബ്രാൻഡൻബർഗ് പോലീസിന് വൻ സമ്മർദ്ദമുണ്ടായി. രേഖാചിത്രം ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന് നാണക്കേടായി. അങ്ങനെ പോലീസ് സ്വന്തമായി ഒരു കെണിയൊരുക്കാൻ തീരുമാനിച്ചു. കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പോലീസ് വനിതാ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവർ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും അവൻ വന്നില്ല. ഒടുവിൽ 1991 ഓഗസ്റ്റ് 1 രാവിലെ മൈക്ക് ബ്ലാങ്ക് എന്നയാൾ കാട്ടിൽ ജോഗിങ്ങിന് പോയപ്പോൾ കാടിന്റെ ഉള്ളിൽ ഒരു വിചിത്രമായ ടെന്റ് കണ്ടു. അവിടെ ആരും സാധാരണയായി ക്യാമ്പ് ചെയ്യാറില്ല. ടെന്റിന്റെ ചുറ്റും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ചിതറിക്കിടക്കുന്നത് മൈക്ക് ശ്രദ്ധിച്ചു. മൈക്ക് ഉടൻ തന്നെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി. സുഹൃത്തിന്റെ വാനിൽ തിരിച്ചെത്തി. ടെന്റിനടുത്ത് വണ്ടി നിർത്തി. വാനിൽ നിന്നും പുറത്തിറങ്ങി അവർ കണ്ടത് അഡൽട്ട് മാഗസിനുകളും അടിവസ്ത്രങ്ങളും ചിതറിക്കിടക്കുന്നതാണ്. ടെന്റിനകത്ത് ഒരാളുണ്ടായിരുന്നു. മൈക്ക് ബുദ്ധിപരമായി കളിച്ചു. അവൻ ടെന്റിന്റെ വാതിൽക്കൽ പോയി, ഹേയ്, ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് സുരക്ഷിതമല്ല. ഇവിടെ ഒരു സീരിയൽ കില്ലർ കറങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ സ്ഥലം വൃത്തിയാക്കി ഞങ്ങളോടൊപ്പം വാനിൽ കയറൂ. ഞങ്ങൾ നിങ്ങളെ സുരക്ഷിതമായ ഒരിടത്ത് ഇറക്കാം എന്ന് പറഞ്ഞു. അകത്തുണ്ടായിരുന്ന വുൾഫ് ഗാങ് ആ വാക്കുകൾ വിശ്വസിച്ചു. അവൻ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും പിങ്ക് ഷൂസും ധരിച്ചിരിക്കുകയായിരുന്നു. 3 പേരും ചേർന്ന് ടെന്റും അടിവസ്ത്രങ്ങളും മാഗസിനുകളും വാനിൽ കയറ്റി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് പോകുന്നതിന് പകരം ആ വാൻ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ആദ്യമായി ദ പിങ്ക് ജയന്റ് അഥവാ വുൾഫ് ഗാങ് സ്മിത്ത് പോലീസിന്റെ മുന്നിൽ നിന്നു. പോലീസിനെ കണ്ടതും അവൻ താൻ ധരിച്ചിരുന്ന കോട്ടുകൊണ്ട് മുഖം മറച്ചു. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തന്നെ വുൾഫ് ഗാങ് എല്ലാം തുറന്നു പറഞ്ഞു.
താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ അവന്റെ മുഖത്ത് കുറ്റബോധമോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. അവൻ കോടതിയിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ ഇതിനെ വലിയ വാർത്തയാക്കി. മാധ്യമങ്ങൾ കൂടുതലും ശ്രദ്ധിച്ചത് അവന്റെ ലിംഗഭേദത്തെക്കുറിച്ചായിരുന്നു. 1992 ഒക്ടോബറിൽ വിചാരണ തുടങ്ങി. വുൾഫ്ഗാങ്ങിന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് തെളിഞ്ഞു. ജഡ്ജിമാർ അവനോട് ചോദിച്ചു, ഇത്രയും പേരെ കൊന്ന ശേഷം അവരെ എന്തിനാണ് ബലാത്സംഗം ചെയ്തത്? അവന്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. അവർ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനവരെ കൊന്നത്. ഞാൻ അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ മരിച്ചതായി എനിക്ക് തോന്നിയില്ല. അവരെന്നോടൊപ്പം സഹകരിച്ചിരുന്നെങ്കിൽ ഞാൻ അവരെ കൊല്ലില്ലായിരുന്നു. 6 കൊലപാതകങ്ങളിൽ 5 സ്ത്രീകൾ, ഒരു കുഞ്ഞ്. വുൾഫ്ഗാങ്ങിനെ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി. അവന് 15 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ ഈ ശിക്ഷ പൂർത്തിയാക്കിയാലും അവനെ പൊതുസമൂഹത്തിലേക്ക് വിടില്ലെന്നും പകരം ഒരു സർക്കാർ സൈക്യാട്രിക് ക്ലിനിക്കിൽ ജീവിതാവസാനം വരെ തുടരണമെന്നും കോടതി വിധിച്ചു. വുൾഫ്ഗാങ് സ്മിത്ത് ഇന്നും ആ ക്ലിനിക്കിലുണ്ട്. 1997 വുൾഫ്ഗാങ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് തനിക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. 2001 കോടതി ഈ അപേക്ഷ അംഗീകരിച്ചു. അവന്റെ ലിംഗമാറ്റം നടത്തി. അവനൊരു പുരുഷനിൽ നിന്നും പൂർണ്ണമായും സ്ത്രീയായി മാറി. 2007 ഹോർമോൺ മാറ്റങ്ങളും പൂർത്തിയാക്കി. അവന്റെ പേര് ബിയാറ്റ് സ്മിത്ത് എന്ന് പുനർനാമകരണം ചെയ്തു. 2009 ബിയാറ്റ് സ്മിത്തിനെ അവസാനമായി കണ്ടപ്പോൾ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. അവൾ പൂർണ്ണമായും സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. തന്റെ നെഞ്ചിൽ കൈവച്ച് അവൾ ആവർത്തിച്ചു പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഇവയെല്ലാം ധരിക്കാൻ കഴിയും. അതായത് സ്ത്രീകൾക്കുള്ള അടിവസ്ത്രങ്ങളോടുള്ള തന്റെ ഭ്രമം കാരണമാണ് താൻ ഇതെല്ലാം ചെയ്തതെന്നും ഇപ്പോൾ നിയമപരമായി അവ ധരിക്കാൻ കഴിയുന്നതിൽ താൻ തൃപ്തയാണെന്നും അവൾ പറഞ്ഞു. ബിയാറ്റ് സ്മിത്ത് ഇന്നും ആ സൈക്യാട്രിക് ക്ലിനിക്കിൽ തുടരുകയാണ്. അവളെ ഒരിക്കലും പുറത്തുവിടില്ല. ഇത്തരം ആളുകൾ ഈ ലോകത്ത് എങ്ങനെ ഉണ്ടാകുന്നു? അവരുടെ ചുറ്റുപാടെന്താണ്? ഒരാളുടെ മാനസിക നില ഇങ്ങനെയാകാൻ കാരണമെന്താണ്? പുറത്ത് സാധാരണക്കാരായി തോന്നുമെങ്കിലും ഉള്ളിൽ മറ്റൊരു വ്യക്തിത്വം സൂക്ഷിക്കുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് അറിയാമോ? എന്തായാലും ഈ കഥ ഇവിടെ അവസാനിച്ചു. അടുത്ത കഥയിലേക്ക് കടക്കാം. അടുത്ത കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ആ കഥ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിക്ഷനായിട്ട് തോന്നാം. പക്ഷെ അത് ഒറിജിനൽ കഥയായിട്ടാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒറിജിനൽ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ കേട്ടു നോക്കുക. 2 കഥ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറിക്ക് കുറച്ച് ലെങ്ത് വേണമല്ലോ. ഈ കഥ പെട്ടെന്ന് തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കഥ പറയുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ നേരെ മറ്റൊരു കഥയിലേക്ക് കടക്കാം. ഈ കഥ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു ഒറിജിനൽ കഥയല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഇതൊരു ഒറിജിനൽ കഥ തന്നെയാണ്. ഒരു ഫിക്ഷൻ സ്റ്റോറി ആയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ശരിക്കും നടന്ന സംഭവമാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എന്തായാലും ആ കഥ കൂടി കേൾക്കും. എന്നാലാണ് സ്റ്റോറിക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവുള്ളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് നേരെ ഫ്രഞ്ച് പ്രവിശ്യയിലെ ജവാർദാൻ നഗരത്തിലേക്ക് പോകാം. അന്നത്തെ തീയതി 1764 ജൂൺ 10 ആയിരുന്നു. ഇത് ശരിക്കും വളരെ പഴയൊരു കഥയാണ്. ഇവിടെ താമസിച്ചിരുന്ന 12 വയസ്സുകാരനായ ജോക്ക് എന്നൊരു ബാലൻ ജൂൺ 10 എഴുന്നേറ്റത് ഒരു ഞെട്ടലോടെയാണ്. അവനിപ്പോൾ കണ്ട ഒരു ദുസ്വപ്നം കാരണം അവന്റെ മുഖവും ശരീരവും മുഴുവനും വിയർപ്പിൽ കുളിച്ചിരുന്നു. ഞെട്ടലോടെ എഴുന്നേറ്റ അവൻ തന്റെ ഉറക്കത്തിൽ കണ്ട പേടി സ്വപ്നത്തെ ഓർക്കാൻ തുടങ്ങി. ആ സ്വപ്നത്തിൽ വളരെ വിചിത്രവും വലുതുമായൊരു ജീവി തന്നെ പിന്തുടരുന്നതായി അവൻ കണ്ടു. ജോക്ക് അതിനു മുന്നിൽ ഓടുകയാണ്. കുറ്റിക്കാടുകൾക്കിടയിലൂടെ വഴി വെട്ടിമാറ്റി മുന്നോട്ടു പോകുന്നു. എന്നാൽ ആ വലിയ ജീവി അവനെ പിന്നാലെ പിന്തുടരുന്നു. ഏകദേശം അവനെ പിടിക്കാൻ പോവുകയാണ്. ആ ജീവി ജോക്കിനെ പിടിച്ചയുടനെ സ്വപ്നത്തിൽ വെച്ച് ജോക്കിന്റെ സ്വപ്നം തകർന്നു. ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന അവൻ സ്വയം സമാധാനപ്പെടുത്തി വിയർപ്പ് തുടച്ചു. അരികിൽ നോക്കിയപ്പോൾ അവന്റെ 8 ഇളയ സഹോദരങ്ങളും ഇപ്പോഴും ഉറങ്ങുകയാണ്. ജോക്ക് അവരിൽ മൂത്തവനായിരുന്നു. അതുകൊണ്ട് അവൻ സ്വയം നിയന്ത്രിച്ച് താൻ ഭയപ്പെടേണ്ടതില്ലെന്ന് കരുതി. അവന്റെ 8 സഹോദരങ്ങൾ ഉണർന്നാൽ അവരുടെ ഉറക്കം നഷ്ടപ്പെടും. അവർക്ക് ഭയമുണ്ടാകും. അതിനാൽ ജോക്ക് സ്വയം നിയന്ത്രിച്ചു. മറ്റു കുട്ടികൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. അത് കണ്ട ജോക്കിന് അല്പം ആശ്വാസമായി. ചിലപ്പോൾ ഞാൻ സ്വപ്നത്തിൽ അലറി വിളിച്ചിരിക്കാം, പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ ചിന്തിച്ചു. എന്നാൽ സ്വപ്നത്തിൽ വന്ന കാര്യം ജോക്കിന്റെ മനസ്സിൽ എവിടെയോ സത്യമായിരുന്നു. കാരണം തന്നെ എന്തോ പിന്തുടരുകയാണെന്ന് കുറെ കാലമായി ജോക്കിന് തോന്നിയിരുന്നു. അതൊരു ദിവസം തന്റെ ജീവൻ എടുക്കുകയേ ഉള്ളൂ. ഈ ലോകത്ത് അവൻ ഇങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ജോക്കിനെ വളരെ കാലമായി അലട്ടുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അത് ആരോടെങ്കിലും വഴക്കിടാനുള്ള അവന്റെ ആന്തരിക ഭയമാണ്. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
ഗ്രാമത്തിൽ വെച്ച് ജോക്ക് അവനേക്കാൾ ചെറിയൊരു കുട്ടിയുമായി വഴക്കിട്ടിരുന്നു. ആ കുട്ടി അക്ഷരാർത്ഥത്തിൽ ജോക്കിനെ അടിച്ചു തകർത്തു. ഇതിനുശേഷം ജോക്ക് ഒന്നിനും കൊള്ളാത്തവനാണെന്ന വാർത്ത ഗ്രാമം മുഴുവനും പരന്നു. ഇവനൊരു പേടിത്തൊണ്ടനാണ്, ഇവൻ ആരോടും ഏറ്റുമുട്ടാൻ കഴിയില്ല, അതുകൊണ്ട് എല്ലാവരും അവനെ ഭീരു എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. എല്ലാവരും അവനെ പേടിത്തൊണ്ടൻ, പൊട്ടൻ, അങ്ങനെയെല്ലാം വിളിക്കാൻ തുടങ്ങി. ജോക്ക് ഇതിൽ വളരെയധികം വിഷമിച്ചു. കാരണം താൻ തന്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒരു ഭാരമായി മാറിയെന്ന് അവന് തോന്നി. ജവാർദാൻ ഫ്രഞ്ച് പ്രവിശ്യയിലെ ഒരു നഗരമായിരുന്നു. അവിടെ ശൈത്യകാലത്ത് കഠിനമായ തണുപ്പാണ്. അക്ഷരാർത്ഥത്തിൽ ആർക്കും പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. വേനൽക്കാലത്താണെങ്കിലോ പലതരം രോഗങ്ങൾ പടർന്നു പിടിച്ചിരുന്നു. ആ സമയത്ത് ധാരാളം ആളുകൾ നഗരത്തിൽ നിന്നും കാണാതാവുകയോ മരിക്കുകയോ ചെയ്യുമായിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അവർ രോഗം പിടിച്ചാ മരിച്ചതെന്ന് അവരുടെ ഡെഡ് ബോഡി കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് ആരാണോ ഏറ്റവും ശക്തൻ, ആരാണോ ഏറ്റവും കരുത്തൻ, അവർക്ക് മാത്രമേ ഈ ക്രൂരമായ കാലാവസ്ഥയെയും നഗരത്തിലെ ചൂടിനെയും അതിജീവിക്കാൻ കഴിയൂ എന്ന അവസ്ഥയായിരുന്നു ഈ നഗരത്തിൽ. ഇപ്പോൾ ജോക്കിന് സ്വയം തോന്നിയത് താൻ പൂർണ്ണമായും പേടിത്തൊണ്ടനായിരിക്കുന്നു. തന്റെ ശരീരം ഒട്ടും നല്ലതല്ല. വരാനിരിക്കുന്ന സമയത്തെ അതിഭീകരമായ കാലാവസ്ഥ തന്റെ ജീവൻ എടുക്കാതിരിക്കാൻ തന്റെ എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ സ്വയം ആരോഗ്യത്തോടെ നിലനിർത്തണം, എങ്ങനെ രക്ഷപ്പെടണമെന്നെല്ലാം ഈ നഗരത്തിലെ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. വാസ്തവത്തിൽ ജോക്കിന്റെ മാതാപിതാക്കളും 8 കുട്ടികളെ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജോക്കിന് ഇതിലൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ജോക്കിന്റെ മറ്റ് സഹോദരങ്ങളെല്ലാം ഇതെല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജോക്ക് വളരെ അലസനായിരുന്നു. കാരണം അവന്റെ താല്പര്യം മുഴുവനും അവന്റെ അമ്മാവനിലായിരുന്നു. അവന്റെ അമ്മാവൻ അവിടെ ഒരു വലിയ പള്ളിയിലെ പുരോഹിതനാണ്. ജോക്കിനും തന്റെ അമ്മാവനെ പോലെ ആകണമെന്ന് തോന്നി. ഭാവിയിൽ ഒരു പുരോഹിതനാകണം. അവന്റെ അമ്മാവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം ജോക്ക് അവരുടെ പിന്നാലെ നടന്ന് എന്നെ പഠിപ്പിക്കൂ, എനിക്കും നിങ്ങളെപ്പോലെ ഒരു പുരോഹിതനാകണം എന്ന് പറയുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, 12-13 വയസ്സുള്ള ഒരു കുട്ടി, അവന് വലുതാകുമ്പോഴാകാൻ പല ആഗ്രഹങ്ങളും ഉണ്ടാകാം. എന്നാൽ ഈ നഗരത്തിൽ ഏറ്റവും മികച്ചവൻ അതിജീവിക്കുന്നു എന്ന അവസ്ഥയിൽ ജീവിക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ്. ആരാണോ ശക്തൻ അവൻ മാത്രമേ അതിജീവിക്കൂ, അല്ലെങ്കിൽ അവന്റെ മരണം സംഭവിക്കും. എന്നാൽ അവന്റെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ്. അവന് മറ്റെന്തോ ആകണം. ഇവിടെ താമസിച്ചുകൊണ്ട് അവനൊരിക്കലും അതാകാൻ കഴിയില്ല. പക്ഷെ അവസാനം തനിക്കൊരിക്കലും ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകാൻ കഴിയില്ലെന്നും ജോക്കിന് അറിയാമായിരുന്നു. അവന് പോകാൻ മറ്റൊരു സ്ഥലമില്ല. അവൻ എവിടെ താമസിക്കും, എവിടെ ജോലി ചെയ്യും, എങ്ങനെ പണം സമ്പാദിക്കും, എങ്ങനെ അതിജീവിക്കും? ഇല്ല, അവന് പോകാൻ മറ്റൊരു സ്ഥലമില്ല. എന്തായാലും ജൂൺ 10 രാവിലെ ജോക്ക് ഞെട്ടി ഉണർന്നപ്പോൾ സൂര്യൻ ഉദിച്ചോ ഇല്ലയോ എന്നറിയാൻ അവൻ ജനൽ കർട്ടൻ മാറ്റി നോക്കി. പക്ഷെ പുറത്തിപ്പോഴും നേരിയ ഇരുട്ടായിരുന്നു. അതായത് പ്രഭാതം ആവാൻ പോവുകയാണ്. അതിനാൽ ജോക്ക് തലയിണയിൽ തലവെച്ച് വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവന് ഉറക്കം വന്നില്ല. കാരണം വളരെ കാലമായി നിലനിന്നിരുന്ന ആ ഭയം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ എന്നെ തന്നെ രക്ഷിക്കും? വരാനിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ അതിജീവിക്കും? എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഇളയ സഹോദരൻ ജീൻ ഉണർന്നു. ജോക്ക് ഉണർന്നിരിക്കുന്നുവെന്നും കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുന്നുവെന്നും കണ്ടപ്പോൾ ജീൻ ഒച്ചയില്ലാതെ ജോക്കിന്റെ അടുത്തേക്ക് അവനെ പേടിപ്പിക്കാൻ വന്നു. കാരണം പുറകിൽ നിന്നും ആരെങ്കിലും പേടിപ്പിച്ചാൽ ജോക്ക് പേടിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ ജീൻ വന്ന ഉടൻ തന്നെ ജോക്കിനെ പേടിപ്പിച്ചു. ജോക്ക് സ്വാഭാവികമായും പേടിച്ചു പോയിരുന്നു. എന്നാൽ തന്റെ മൂത്ത സഹോദരനെ കളിയാക്കിക്കൊണ്ട് ജീൻ പറഞ്ഞു, വേഗം എഴുന്നേൽക്ക്, വേഗം ഒരുങ്ങ്. കാരണം ഇന്ന് നമുക്ക് ആടുകളെയും കോലാടുകളെയും മേയ്ക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകണം. ഇന്ന് നമ്മുടെ ഊഴമാണ്. അങ്ങനെ ജോക്ക് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. അവൻ വസ്ത്രം മാറി. സഹോദരൻ ജീനിനൊപ്പം മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പ്രാതൽ കഴിച്ചു. ബ്രെഡും ചീസും എല്ലാം കഴിച്ച് അവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആ നഗരത്തിലെ വിചിത്രമായൊരു നിശബ്ദത അവർ ശ്രദ്ധിച്ചു. കാരണം വളരെ അത്യാവശ്യമായ ജോലിയുണ്ടെങ്കിൽ മാത്രം വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നൊരു ഭയം നഗരം മുഴുവനും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. പക്ഷേ ജോക്കും ജീനും പുറത്തിറങ്ങി. ഒരു വിചിത്രമായ നിശബ്ദത. അവരുടെ വീടിന്റെ മുന്നിലൂടെയുള്ള ഒരു റോഡ് കടന്നാൽ അതിന്റെ മുന്നിൽ ഒരു വലിയ ഷെഡ് കെട്ടിയിരുന്നു. ഈ കുടുംബം അവരുടെ എല്ലാ മൃഗങ്ങളെയും, ആടുകളെയും കോലാടുകളെയും ആ ഷെഡിന് താഴെ കെട്ടിയിരുന്നു. അതിനാൽ 2 കുട്ടികളും തങ്ങളുടെ വടികളുമായി ആ റോഡ് കടന്ന് ഷെഡിലേക്ക് പോയി. ഷെഡിന്റെ വാതിൽ തുറന്ന് 2 പേരും വടികൾ കൊണ്ട് ആടുകളെയും കോലാടുകളെയും ഒരു വഴിയിലേക്ക് അണിനിരത്താൻ തുടങ്ങി. അങ്ങനെ 2 കുട്ടികളും ആടുകളെയും കോലാടുകളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എല്ലാ ആടുകളും പുറത്തെ റോഡിലേക്ക് വന്ന് അണിനിരന്ന് ആ റോഡിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കാരണം എവിടെയാണ് മേയാൻ പോകേണ്ടതെന്ന് അവർക്കും അറിയാമായിരുന്നു. ഈ ആടുകളുടെ കൂട്ടം ഏതാനും മീറ്റർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ പിന്നാലെ വടികളുമായി നടന്നിരുന്ന ജോക്കും ജീനും വളരെ ശ്രദ്ധയോടെ ചുറ്റും നോക്കാൻ തുടങ്ങി. അവർ വലത്തോട്ടും ഇടത്തോട്ടും നോക്കുന്നുണ്ടായിരുന്നു. കാരണം തങ്ങളെ എന്തോ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു.
കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ ഗ്രാമത്തിൽ നിന്നും ആളുകൾ കാണാതാവുകയാണ്. അവർ കണ്ടെത്തുമ്പോൾ അവരുടെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ശരീരം ഒരിക്കലും കിട്ടില്ലായിരുന്നു. ശരീരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടാണ് തിരിച്ചറിഞ്ഞിരുന്നത്. തങ്ങളുടെ ആടുകളെയും കോലാടുകളെയും മേയ്ക്കാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോക്കും ജീനും ആടുകളെയും കൊണ്ട് കാട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ജാഗരൂകരായിരുന്നു. ആരെങ്കിലും അവരെ നോക്കുന്നുണ്ടോ, തങ്ങളെ ആരെങ്കിലും ആക്രമിക്കുമോ? വാസ്തവത്തിൽ ഈ ആക്രമണങ്ങൾ ഒരു വർഷം മുമ്പ് 1763 ജൂണിൽ ഇവിടെ ആരംഭിച്ചു. ആ സമയത്ത് ജോക്കിന്റെ ഒരു കൂട്ടുകാരന്റെ മൂത്ത സഹോദരിയായിരുന്ന 14 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ ആടുകളുമായി കാട്ടിൽ മേയ്ക്കാൻ പോയിരുന്നു. രാത്രിയായിട്ടും അവൾ തിരിച്ചെത്തിയില്ല. പക്ഷെ ആടുകളെല്ലാം തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ആ 14 വയസ്സുള്ള പെൺകുട്ടി മാത്രം തിരിച്ചെത്തിയില്ല. എല്ലാവർക്കും വളരെ ആശങ്കയായി. എല്ലാവരും തിരയാൻ തുടങ്ങി. അങ്ങനെ ഒരു വയലിൽ വെച്ച് ആ പെൺകുട്ടിയെ ഭാഗികമായി വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തി. അവളുടെ ശരീരത്തിലെ ധാരാളം മാംസം ഭക്ഷിക്കപ്പെട്ടിരുന്നു. വളരെ വലിയൊരു മൃഗം ആ പാവം പെൺകുട്ടിയെ ആക്രമിച്ചതായി കണ്ടാൽ തോന്നുമായിരുന്നു. അതിനുശേഷം അത്തരം സംഭവങ്ങൾ ധാരാളമുണ്ടായി. എന്നാൽ ഇതൊരു പ്രത്യേക രീതിയിലുള്ള ആക്രമണമായിരുന്നില്ല. എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കുട്ടിയോ മുതിർന്ന ആളോ ഇങ്ങനെ കാണാതാവുമായിരുന്നു. പ്രത്യേക പാറ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കരുതിയത് ഒരു വലിയ മൃഗം, ഒരു ചെന്നായയോ മറ്റേതെങ്കിലും വന്യമൃഗമോ ആണ് ഇങ്ങനെ കുട്ടികളെ വേട്ടയാടുകയും അവരോട് ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നതെന്നാണ്. എന്നാൽ കാലക്രമേണ ഇത് ഏതെങ്കിലും ചെന്നായയുടെയോ വന്യമൃഗത്തിന്റെയോ പണിയില്ലെന്ന ആളുകൾക്ക് മനസ്സിലായി. എന്തുകൊണ്ട്? ഒന്നാമതായി, ഏതെങ്കിലും ചെന്നായയോ വന്യമൃഗമോ വേട്ടയാടുകയാണെങ്കിൽ അതതിന്റെ ഇരയെ കാട്ടിലേക്ക് കൊണ്ടുപോകും. അല്ലാതെ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തുറന്നു കിടക്കുകയില്ല. രണ്ടാമതായി, അതതിന്റെ ഇരയെ മുഴുവനായും ഭക്ഷിക്കും. ഇങ്ങനെ ശരീരം കീറിമുറിച്ച് കളയുകയുമില്ല. അതുകൊണ്ട് തന്നെ ജോക്കും ജീനും തങ്ങളുടെ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോഴേക്കും ഈ ഗ്രാമത്തിൽ നിന്നും ഡസൻ കണക്കിന് കുട്ടികൾ കാണാതാവുകയോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ വിചിത്രമായ അവസ്ഥയിൽ കണ്ടെത്തുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സമയമായപ്പോഴേക്കും നഗരവാസികൾ ഇതിനെ ദ ബീസ്റ്റ് ഓഫ് ജവാർദാൻ എന്ന പേരിൽ അറിയാൻ തുടങ്ങി. ഫ്രാൻസിലെ പത്രങ്ങളിൽ മുഴുവനും ദ ബീസ്റ്റ് ഓഫ് ജവാർദൻ എന്ന തലക്കെട്ടുകൾ വന്നു. അതുകൊണ്ടാണ് നഗരം മുഴുവനും ഈ ബീസ്റ്റിനെ എങ്ങനെയും കണ്ടെത്തി വേട്ടയാടാനും വാർത്ത പുറത്തു കൊണ്ടുവരാനും വേണ്ടി പല ടീമുകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം ആളുകൾ തങ്ങളുടെ തോക്കുകളുമായി കാടുകളിൽ പോയി വേട്ടയാടുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ചെന്നായയെ കൊന്നിട്ട് വന്ന് താനാണ് ബീസ്റ്റ് ഓഫ് ജവാർദനെ കൊന്നതെന്ന് പറയുമായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാ. എന്നിട്ടും കുട്ടികളെ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഭയം കാരണം വർഷം മുഴുവനും വരുന്ന ആഘോഷങ്ങളിൽ ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നത് നിർത്തി. സന്ധ്യയാകുമ്പോൾ ആളുകൾ വീട്ടിൽ കയറി ശബ്ദമുണ്ടാക്കാതെ നിശബ്ദമായി താമസിച്ചു. ആളുകൾ പരസ്പരം കാണുന്നത് പോലും നിർത്തി. കമ്പോളങ്ങൾ വളരെ നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു. ഈ സമയങ്ങളിൽ നഗരത്തിൽ താമസിച്ചിരുന്ന മിക്കവാറും ആളുകളുടെ പ്രധാന ജോലി മൃഗങ്ങളെ വളർത്തലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മൃഗങ്ങളെ മേയ്ക്കാൻ പുറത്തു പോകേണ്ടതായിരുന്നു. പക്ഷെ എല്ലാവരും ഭയത്തോടെയാണ് പോയിരുന്നത്. സമയം നിശ്ചയിച്ചിരുന്നു. ഈ സമയത്ത് പോകും, വൈകുന്നേരം ആരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല, പകലും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എല്ലാവരുടെയും മനസ്സിൽ ഭയമുണ്ടായി. എങ്കിലും ജോക്കിന്റെയും ജീനിന്റെയും കുടുംബങ്ങളെ പോലെ ധാരാളം ആളുകൾ അവരുടെ മൃഗങ്ങളെ മേയ്ക്കാൻ പോകേണ്ടത് നിർബന്ധമായിരുന്നു. അവസാനം ജോക്കും ജീനും തങ്ങളുടെ ആടുകളുമായി കാട്ടിലെത്തി. ഒരു നിമിഷം അവർ തിരിഞ്ഞു നിന്ന് നഗരത്തിലേക്ക് നോക്കി. അവരിപ്പോൾ വന്ന റോഡിൽ ആടുകളുടെയും കോലാടുകളുടെയും മറ്റൊരു വലിയ കൂട്ടം വരുന്നുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചു. അതോടൊപ്പം 5 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ഈ 5 കുട്ടികളും ഈ റോഡിലൂടെ സാവധാനം ഈ കൂട്ടത്തിനടുത്തെത്തി. അപ്പോഴാണ് ജോക്ക് ശ്രദ്ധിച്ചത്, ഈ 5 കുട്ടികളിൽ ഒരാളാണ് ഈ ഗ്രാമത്തിൽ വെച്ചൊരു തവണ തന്നെ അടിച്ചത്. അതായത് തന്റെ അപമാനത്തിന് കാരണമായവൻ, തന്നെ ഭീരു എന്ന് വിളിച്ച് കളിയാക്കുന്നവൻ. എങ്കിലും ജോക്കിന്റെയും ജീനിന്റെയും മനസ്സിൽ സാരമില്ല, അവൻ വരട്ടെ എന്നായിരുന്നു. തങ്ങൾക്കും ഇവിടെ പേടിയുണ്ട്. തങ്ങൾ തനിച്ചാണ്. എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ സുരക്ഷ തീർച്ചയായും കൂടുതലാണ്. കൂട്ടം വലുതാകുമ്പോൾ സുരക്ഷയും കൂടും. മറ്റേ കൂട്ടം അടുത്തെത്തിയപ്പോൾ ജോക്കും ജീനും തങ്ങളുടെ ആടുകളെ അല്പം കൂടി മുന്നോട്ട് കാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെയാണ് നഗരത്തിലെ എല്ലാ മൃഗങ്ങളും വന്ന് മേഞ്ഞിരുന്നത്. മറ്റേ കൂട്ടവും പതിയെ അവരുടെ അടുത്തെത്തി. ജോക്കിനെ അടിച്ച ആ പയ്യൻ ജോക്കിനെ നോക്കി പഴയതുപോലെ അടിക്കാനുള്ള ആംഗ്യം കാണിച്ചു. സ്വാഭാവികമായും ജോക്കിന് വളരെ ലജ്ജ തോന്നി. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൻ ഈ പയ്യനാൽ അടിക്കപ്പെട്ടു. അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവനെ വീണ്ടും അടിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് പേടിച്ച്, അതെ, ഈ 7 കുട്ടികളും പേടിച്ചിരുന്നു. ഈ 2 ജോക്കും ജീനും ആ 5 പേരും എല്ലാവരും പേടിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ 7 പേരും അവരുടെ ആടുകളെ നന്നായി മേയ്ക്കാൻ തുടങ്ങി. എന്നാൽ ചുറ്റുമുള്ള കാടിന്റെ അന്തരീക്ഷം നിശബ്ദമായിരുന്നു. ഒരു ശബ്ദവുമില്ല. മേടുന്ന ആടുകളുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദം കേൾക്കാനുണ്ടായിരുന്നില്ല. ജോക്കിന്റെ സഹോദരനാണെങ്കിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. അവൻ ജോക്കിനെ നോക്കി.
തോളിൽ മുഷ്ടി കൊണ്ട് ഇടിച്ചിട്ട് പറഞ്ഞു, "ഹേയ് ജോക്ക്, ഞങ്ങൾക്കെല്ലാം വളരെ പേടിയുണ്ട്. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു നല്ല കഥ പറഞ്ഞു തരാമോ?" ഇക്കാര്യം മറ്റേ കൂട്ടത്തിലെ 5 കുട്ടികളും കേട്ടു. എല്ലാവരും ജോക്കിനെ പ്രോത്സാഹിപ്പിച്ചു. "അതെ ജോക്ക്, നീ ദയവായി നീ സാധാരണ പറയാറുള്ള കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ." കാരണം ജോക്ക് ഗ്രാമത്തിലെ ഏറ്റവും മികച്ച കഥാകാരനായിരുന്നു. ഭീരുത്വം കൊണ്ട് മാത്രമല്ല അവൻ പ്രശസ്തനായത്, ജോക്ക് ഒരു നല്ല കഥാകാരൻ കൂടിയാണ്. അവനെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അവൻ നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ജോക്ക് കഥ പറയണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ജോക്ക് എല്ലാ കുട്ടികളോടും ആംഗ്യം കാണിച്ചു. "നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കുക. നിങ്ങളുടെ ആടുകൾ ശാന്തമായി മേയട്ടെ. അവ മേയുന്നത്ര നേരം എന്റെ കഥ പൂർത്തിയാകും." അങ്ങനെ എല്ലാ കുട്ടികളും താഴെ മുറിച്ചിട്ടിരിക്കുന്ന ഒരു മരത്തിന്റെ മുകളിൽ പോയിരുന്നു. ജോക്ക് അവർക്ക് മുമ്പിൽ ഒരു കല്ലിലേക്കിരുന്നു. എന്നിട്ട് അവന്റെ കഥ തുടങ്ങി. ആദ്യം അവൻ പറഞ്ഞു, "നിങ്ങൾ ചുറ്റുമുള്ള കാട് നോക്കൂ. ചുറ്റും വലിയ പർവ്വതങ്ങളുണ്ട്. ഇവിടെ വളരെ ശാന്തമായൊരു കാടാണ്. നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന വലിയ കുന്നില്ലേ? ആ കുന്നിന്റെ താഴെ വലിയ പാറക്കല്ലുകൾ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവയിൽ ഒരു കല്ല്. ആ കല്ല് മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ അവിടെ വെച്ചതാണ്. ഈ കല്ലൊരു സാധാരണ കല്ലല്ല. ഈ കല്ല് നമ്മൾ മാറ്റിയാൽ അതിന്റെ താഴെ നിന്നും മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള ഒരു കവാടം, ഒരു പോർട്ടൽ രൂപപ്പെടും." ജോക്ക് കഥ തുടർന്നു. "ഈ പോർട്ടലിന്റെ താഴെ മുമ്പ് ഒരു വലിയ രാജ്യമുണ്ടായിരുന്നു. പക്ഷെ ആ രാജ്യം ഇപ്പോൾ പൂർണ്ണമായി നശിച്ചു. അവിടെ പലതരം ലോകങ്ങൾ ഉണ്ടായിരുന്നു." ഇതെല്ലാം പറയുമ്പോൾ ജോക്കിന്റെ ശ്രദ്ധ തന്റെ ആടുകളിൽ ആയിരുന്നില്ല. വാസ്തവത്തിൽ മറ്റു കുട്ടികളുടെയും ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നില്ല. ജോക്കിനെ തല്ലി ആ വലിയ കുട്ടി പോലും ജോക്കിന്റെ കഥയിൽ അത്രയധികം മുഴുകിയിരുന്നു. അവൻ വളരെ ശ്രദ്ധയോടെ ആ കഥ കേൾക്കുകയാണ്. "ഈ രാജ്യത്തിന് താഴെ ഒരു വലിയ രാക്ഷസനും ഉണ്ടായിരുന്നുവെന്ന് ജോക്ക് പറഞ്ഞു. ആ രാക്ഷസന് ഈ രാജ്യം മുഴുവനും നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കൊല്ലുകയും അടിക്കുകയും ആരെയും കൊന്നു തിന്നുകയും ചെയ്യുമായിരുന്നു." എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ കഥ കേൾക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവരുടെ ശ്രദ്ധ ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ ഉണ്ടായിരുന്നില്ല. ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന്, എന്താണ് നടക്കുന്നതെന്ന് പോലും ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ കഥ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അന്ന് ഒരുവൻ ആ പോർട്ടലിന്റെ വാതിൽ തുറന്നു. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു രാക്ഷസൻ പോർട്ടലിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷം ആ രാക്ഷസൻ ഒരിക്കലും ഉള്ളിലേക്ക് പോയില്ല. കഥ കേൾക്കുന്ന എല്ലാവരും ഇത് സത്യത്തിൽ സംഭവിച്ച രീതിയിൽ സങ്കല്പിച്ചു നോക്കി. എന്നാൽ ഈ കഥ ഈ നിമിഷത്തിലെത്തിയപ്പോൾ ഒരേ സമയം 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമതായി, കഥ പറയുകയായിരുന്ന ജോക്കിന് പെട്ടെന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ തന്റെ ചുറ്റുമുള്ള ഈ കാട്ടുപ്രദേശത്ത് വളരെ വേഗത്തിൽ ഓടുന്നത് പോലെ. അവന്റെ ഓട്ടത്തിന്റെ വലിയ ശബ്ദം അവന്റെ ചെവിയിൽ വരുന്നുണ്ടായിരുന്നു. രണ്ടാമതായി, ജോക്കിനെ അടിച്ച ആ പയ്യൻ പെട്ടെന്ന് ഈ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ടോടി. അവൻ അത്ര വേഗത്തിൽ ഓടുകയാണ്. അവൻ തിരിഞ്ഞുപോലും നോക്കിയില്ല, ആരോടും ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ജോക്കിന് തോന്നി, ചിലപ്പോൾ തന്റെ കഥ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അപമാനിക്കാൻ വേണ്ടി ഓടിപ്പോയതാകുമെന്ന് ജോക്ക് തോന്നി. അപ്പോഴാണ് ജോക്ക് വിചിത്രമായ ഒരു ഗന്ധം വന്നത്. ഈ ഗന്ധം അക്ഷരാർത്ഥത്തിൽ അവന്റെ മൂക്കിനെ കരിക്കുന്നുണ്ടായിരുന്നു. ഈ മണം എവിടെ നിന്നാണ് വരുന്നതെന്ന് അവൻ നോക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ശ്രദ്ധിച്ചു, വലതുവശത്ത് മുന്നിൽ അവന്റെ സഹോദരൻ ജീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീൻ അവിടെയില്ല. പെട്ടെന്ന് ജീൻ എങ്ങനെ അപ്രത്യക്ഷനായി? ആരും അവനെ പോകുന്നത് കണ്ടതുമില്ല. അപ്പോഴാണ് മുന്നിലിരുന്ന മറ്റു കുട്ടികൾ വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയത്. അവർ ഒരു ഭാഗത്തേക്ക് മാത്രം വിരൽ ചൂണ്ടി വീണ്ടും വീണ്ടും "അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ" എന്ന് പറഞ്ഞു. ജോക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിക്കും അവനിൽ നിന്നും കുറച്ചു ദൂരെ, ഏതാനും മീറ്ററുകൾക്കപ്പുറം 12-13 അടി ഉയരമുള്ള ഒരു വലിയ ജീവി അതിന്റെ 2 കാലുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ മനുഷ്യച്ചെന്നായ വളർന്നു വലുതായതുപോലെ തോന്നി. അതിന്റെ രോമങ്ങൾ വളരെ വലുതായിരുന്നു. അതിന്റെ കൈമുട്ടിന്റെ എല്ലുകൾ അതിന്റെ ശരീരം കീറി പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ജീവിയുടെ ഒരു കൈയിലും അതിന്റെ കക്ഷത്തിലും ജോക്കിന്റെ ഇളയ സഹോദരൻ ജീനിനെ അമർത്തി പിടിച്ചിരിക്കുന്നു. ജീൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ജീവിയെ കണ്ടയുടനെ ജോക്ക് മുന്നിലിരുന്ന കുട്ടികളോട് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, "ഇവിടുന്ന് പോ, ഓടിപ്പോ, വേഗം ഓടിപ്പോ, സുരക്ഷിതമായ ഒരിടത്തേക്ക് പോകൂ." ഇത് കേട്ടയുടനെ എല്ലാ കുട്ടികളും അവിടെ നിന്നും എഴുന്നേറ്റ് ഓരോ മരത്തിന്റെ പുറകിലേക്ക് ഓടിപ്പോയി ഒളിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും തങ്ങളെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ജീൻ ആ ജീവിയുടെ കയ്യിലാണെന്നോ അല്ലെങ്കിൽ ജോക്ക് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടെന്നോ ജോക്ക് എഴുന്നേൽക്കുന്നില്ലെന്നോ ആരും ശ്രദ്ധിച്ചില്ല. ജോക്ക് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവന്റെ കാലുകൾ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയിരുന്നു. അവൻ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവന്റെ ഉള്ളിൽ ഇങ്ങനൊരു തോന്നലുണ്ടായത്, ഇല്ല, എന്റെ ഇളയ സഹോദരൻ ജീൻ ആ ജീവിയുടെ അടുത്താണ്. എന്തു സംഭവിച്ചാലും എനിക്കെന്റെ സഹോദരനെ രക്ഷിക്കണം. ഇതുവരെ ഗ്രാമം മുഴുവനും അവനെ ഭീരു എന്നും പേടിത്തൊണ്ടൻ എന്നും വിളിച്ചിരുന്നു. ഇല്ല, എന്റെ സഹോദരനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം. ആ നിമിഷത്തിൽ മുന്നോട്ടോടിയ കുട്ടികളെ, ഇപ്പോൾ ഓരോ മരങ്ങളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നവരെ ജോക്ക് വിളിച്ചു പറഞ്ഞു, "നിൽക്കൂ, നിൽക്കൂ, എല്ലാവരും എന്റെ അടുത്തേക്ക് വരൂ, എന്റെ അടുത്തേക്ക് വരൂ. ആ ജീവി ഇവിടെ നിന്നും പോയി.
നമ്മളൊരു പദ്ധതി ഉണ്ടാക്കണം. അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ നിമിഷത്തിൽ കുട്ടികൾ ആരും ഭയപ്പെട്ടില്ല. അവർ ഓടി ജോക്കിന്റെ അടുത്തേക്ക് വന്നു. അതെ, പറയൂ, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ, എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ആ നിമിഷത്തിൽ ജോക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ജോക്ക് പഴയതുപോലെ ആയിരുന്നില്ല. ഭീരുവായ, വളരെ നിശബ്ദനായിരുന്ന പേടിത്തൊണ്ടനായ ജോക്ക് ആയിരുന്നില്ല. ഇപ്പോൾ അവൻ ഒരു നേതാവിനെ പോലെ എല്ലാവരുടെയും മുന്നിൽ നിന്നും മുഴുവൻ സാഹചര്യത്തെയും നയിക്കുകയായിരുന്നു. അവൻ തന്റെ പദ്ധതി പറഞ്ഞു. ഈ പദ്ധതി കേട്ടിട്ട് എല്ലാ കുട്ടികളും അതെ, ശരിയാണ്, നമ്മൾ അങ്ങനെ ചെയ്യും, പ്രശ്നമില്ല എന്ന് സമ്മതിച്ചു. കുട്ടികളെല്ലാം ആ കുന്നിന്റെ ഭാഗത്തേക്ക് ഓടി. ജോക്ക് നേരത്തെ കഥയിൽ പറഞ്ഞിരുന്ന ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്ന ആ കുന്നിന്റെ ഭാഗത്തേക്ക്. കാരണം ആ വലിയ അപരിചിതമായ ജീവി ജീനിനെയും കൊണ്ട് ആ കുന്നിന്റെ ഭാഗത്തേക്ക് ഓടിപ്പോയിരുന്നു. ഈ കുട്ടികളെല്ലാം അതിനെ പിന്നാലെ പിന്തുടരാൻ തുടങ്ങി. ആ ജീവി വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് മറ്റാരിലും താല്പര്യം കാണിച്ചില്ല. അതിന് ജീനിനെ മാത്രം മതിയായിരുന്നു. കുട്ടികളും വളരെ വേഗത്തിൽ അതിന്റെ വളരെ അടുത്തായി ഓടിയെത്തി. ആ ഓട്ടത്തിന്റെ വേഗതയുമായി പൊരുത്തപ്പെടാൻ വേണ്ടി അവർ മരങ്ങളെയും ചെടികളെയും പിടിച്ചോടാൻ തുടങ്ങി. ഓടുമ്പോൾ എല്ലാ കുട്ടികളും ആ ജീവിയുമായി അത്രയും അടുത്തിരുന്നു. അവർ കൈ മുന്നോട്ട് നീട്ടിയാൽ അതിനെ തൊടാൻ കഴിയുമായിരുന്നു. ഈ നിമിഷത്തിൽ ജോക്ക് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ തന്നെ ചെയ്യ്. ഇത് കേട്ടയുടനെ ഒരു ദിശയിൽ ഓടിക്കൊണ്ടിരുന്ന കുട്ടികളെല്ലാം ചിതറിപ്പോയി. ഒരു വലിയ രൂപത്തിൽ അവർ ചിതറിപ്പോയി. ഈ കുട്ടികൾ ഓടുന്നതിന്റെ ഇടയിൽ ആ ജീവിയുടെ ചുറ്റും ഒരു വലയമുണ്ടാക്കി. അവരുടെ കയ്യിലുണ്ടായിരുന്ന വടികൾ, അവർ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് കയ്യിൽ കരുതിയിരുന്നവ, ഈ വടികൾ കൊണ്ട് ആ ജീവിയെ വളരെ ശക്തമായി അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്വാഭാവികമായും 12 അടി ഉയരമുള്ള വളരെ ശക്തനും തടിച്ചവനുമായ രാക്ഷസനെ പോലെയുള്ള ഒരു ജീവിക്ക് ഈ വടി എന്ത് പ്രശ്നമുണ്ടാക്കാനാണ്? എന്നിരുന്നാലും ഈ വടികളുടെ അടി കാരണം ആ ജീവിക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടായി. ഈ കുട്ടികളെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അത് തന്റെ കൈകൾ കുടഞ്ഞെറിയുകയാണ്. അതിന് ജീനിനെ മാത്രം മതിയായിരുന്നു. ഈ കുട്ടികളുടെ പദ്ധതി ആ ജീവിയെ അടിച്ചു പേടിപ്പിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. ജോഗ് തീരുമാനിച്ച ഒരു സ്ഥലം. ഈ ജീവിയെ നമ്മൾ എങ്ങനെയെങ്കിലും അവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെ കുട്ടികൾ അടിക്കുകയും ആ ജീവിയുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ആ നിമിഷത്തിൽ അവർ പോകാൻ ആഗ്രഹിച്ച ആ സ്ഥലം എത്തിച്ചേർന്നു. അത് ജോക്ക് നേരത്തെ കഥയിൽ പറഞ്ഞിരുന്ന കല്ലായിരുന്നു. ഈ കല്ല് ഇവിടെ നിന്നും മാറിയെന്നും അതിന്റെ ഉള്ളിൽ മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള ഒരു പോർട്ടൽ ഉണ്ടെന്നും ആ പോർട്ടലിൽ നിന്നും രാക്ഷസൻ പുറത്തു വന്നുവെന്നും ഉള്ളിൽ താമസിച്ചിരുന്ന ആ രാക്ഷസൻ രാജ്യം മുഴുവനും നശിപ്പിച്ചുവെന്നും. ഈ സ്ഥലത്ത് വെച്ച് ജോക്ക് തന്റെ രണ്ടാമത്തെ വാക്ക് പറഞ്ഞു. അടുത്തത്, അതായത് അവരുടെ പദ്ധതിയുടെ അടുത്ത ഘട്ടം തുടങ്ങണമായിരുന്നു. എന്നാൽ ജോക്ക് വീണ്ടും വീണ്ടും തന്റെ സഹോദരനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവന്റെ സഹോദരൻ ഇപ്പോഴും ആ ജീവിയുടെ അടുത്ത് തന്നെയാണ്. എങ്ങനെയെങ്കിലും അവൻ അവന്റെ സഹോദരനെ രക്ഷിക്കണം. ജീവനോടെയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും. കാരണം അവർ ഓടുന്ന സമയത്ത് ജീൻ വളരെ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു, രക്ഷിക്കൂ, രക്ഷിക്കൂ എന്ന്. ഇപ്പോൾ അവൻ പെട്ടെന്ന് നിശബ്ദനായിരിക്കുന്നു. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ജീൻ ഇപ്പോൾ പൂർണ്ണമായും ശാന്തനായിരിക്കുന്നു. ജോക്കിന് വളരെയധികം ആശങ്കയുണ്ടായി. പക്ഷെ ജോക്കിന് തന്റെ സഹോദരനെ കിട്ടണമായിരുന്നു, ജീവനോടെ ആയാലും മരിച്ചാണെങ്കിലും. ഈ നിമിഷത്തിൽ ജോക്ക് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കയ്യിലുള്ള വടി മുന്നിലുള്ള ഈ ജീവിയെ വളരെ ശക്തിയായി അടിച്ചു. ആ കുട്ടികളെല്ലാം ചേർന്ന് വാസ്തവത്തിൽ ഈ ജീവിയെ ആ കുഴിയിലേക്ക് തള്ളിയിടാൻ ആഗ്രഹിച്ചു. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജോക്ക് തന്റെ ആടുകളെ മേയ്ക്കാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നു. അവന്റെ ആടുകൾ മേയുമ്പോൾ സമയം കളയാൻ വേണ്ടി അവൻ അടുത്തുള്ള ഈ കുന്നിന്റെ ഭാഗത്തേക്ക് വന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ കാൽ വഴുതി അവൻ നേരെ ഈ കുഴിയിലേക്ക് വീണു. ഈ കുഴി വളരെ ആഴമുള്ളതായിരുന്നു, വളരെ ആഴം. എന്നാൽ ഈ കുഴിയിൽ അങ്ങിങ്ങായി തകർന്ന കല്ലുകൾ കിടന്നിരുന്നു. അതുകൊണ്ട് ജോക്ക് എങ്ങനെയൊക്കെയോ സ്വയം രക്ഷപ്പെട്ട് കുഴിയിൽ നിന്നും പുറത്തു വന്നു. എന്നാൽ ജോക്കിന് അറിയാമായിരുന്നു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഈ ജീവിയെ ആ കുഴിയിലേക്ക് തള്ളിയിടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് പുറത്തു വരാൻ കഴിയില്ല. അവരുടെ പദ്ധതി വിജയിക്കുകയും ചെയ്യും. പരിഭ്രാന്തിയിൽ ആ ജീവിയുടെ കാൽ വഴുതി. എന്നാൽ അത് ഈ കുഴിയിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അത് കുഴിയുടെ അരികിൽ കൈകൾ ഉറപ്പിച്ചു, താഴേക്ക് പോകാതിരിക്കാൻ. ഇപ്പോഴും അതിന്റെ അടുത്ത് ജീൻ അമർന്നിരിക്കുന്നു. എന്നാൽ ഈ നിമിഷത്തിൽ ജോക്ക് ആദ്യമായി ആ ജീവിയെ മുഖാമുഖം കണ്ടു. ജോക്ക് ആ ജീവിയുടെ മുഖത്തെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ജോക്കിന് തോന്നി, ഇല്ല, ഇത് ചെന്നായി അല്ല, ഇതൊരു മൃഗമല്ല, മറിച്ച് ഇതിന്റെ മുഖം ഒരു മനുഷ്യനെ പോലെയാണ്. ഇതിന്റെ കണ്ണുകൾ എന്റെ കണ്ണുകളുമായി നേർക്ക് നേർ നോക്കുന്നു. മൃഗത്തിനാണെങ്കിൽ ഇത് കുട്ടികൾ തന്നെ മനഃപൂർവ്വം ഇവിടെ കുടുക്കിയതാണെന്ന് മനസ്സിലായി. അതെങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്തു വരാൻ ആഗ്രഹിച്ചു. എന്തു വില കൊടുത്തും തങ്ങളോടുള്ള ഈ ചതിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ ജീവി തന്റെ ഒരു കൈ മുന്നോട്ട് ആഞ്ഞടിക്കാൻ ആഗ്രഹിച്ചു. കാരണം ജോക്ക് തന്റെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ അത് കൈ ആഞ്ഞടിച്ചപ്പോൾ ഒരേ സമയം 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമതായി അതിന്റെ മുന്നിൽ നിന്നിരുന്ന ജോക്കിനെ പിടിക്കാൻ മാത്രം വലുതായിരുന്നില്ല ആ ജീവിയുടെ കൈ. ഈ സമയത്ത് ജോക്ക് പെട്ടെന്ന് പിന്നോട്ട് മാറി. എന്നാൽ ആ ജീവിയുടെ കൈ ജോക്കിന്റെ വയറ്റിലൂടെ കീറി മുറിച്ച് മുന്നോട്ട് പോയി. രണ്ടാമതായി അതിങ്ങനെ കൈ ആഞ്ഞടിച്ചപ്പോൾ
ചുറ്റും നിന്ന മറ്റു കുട്ടികൾക്ക് ജീനിനെ അതിന്റെ അടുത്ത് നിന്നും പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടി. അതിങ്ങനെ കൈ മുന്നോട്ട് ആഞ്ഞടിക്കുമ്പോൾ മറ്റു കുട്ടികൾ ജീനിന്റെ വസ്ത്രങ്ങളിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, ജീനിനെ അവർ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവൻ തെറിച്ചുപോയിരുന്നു. അതായത് ആ കുഴിയുടെ അരികിൽ അവൻ കിടന്നു. എന്നാൽ ആ ജീവിക്ക് അവനെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കുട്ടികളപ്പോൾ വളരെ വലിയ ധൈര്യം കാണിച്ചു. ജോക്കിപ്പോൾ അതിന്റെ കൈ കാരണം പിന്നോട്ട് മാറിയിരുന്നു. പക്ഷെ മറ്റു കുട്ടികൾ അവസരം മുതലെടുത്ത് വളരെ വേഗത്തിൽ ജീന്റെ വസ്ത്രങ്ങൾ വീണ്ടും പിടിച്ച് അവനെ തങ്ങളുടെ അടുത്തേക്ക് വലിച്ചു. അതേസമയം അത് തടയാൻ വേണ്ടി ആ ജീവിയുടെ കൈ തിരികെ വന്നപ്പോൾ ആ ജീവിക്ക് ഇത്തവണ വീണ്ടും ബാലൻസ് നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് നേരെ ആ കുഴിയിലേക്ക് പോയി. അപ്പോൾ ഈ കുട്ടികളെല്ലാം വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ഓടിക്കോ ഓടിക്കോ. എല്ലാ കുട്ടികളും ചേർന്ന് ജീനിനെ എടുത്തു. തങ്ങളുടെ ആടുകളെക്കുറിച്ചോ കോലാടുകളെക്കുറിച്ചോ ഒരു ചിന്തയുമില്ലാതെ അവർ ഈ പ്രദേശം കടന്ന് നേരെ നഗരത്തിലേക്ക് ഓടി. അവിടെ പോയി സഹായം അഭ്യർത്ഥിച്ചു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരോടും പറഞ്ഞു. ഓടുമ്പോൾ അവർ കാട്ടിൽ നിന്നും ആ ജീവിയുടെ ശബ്ദങ്ങൾ കേട്ടു. അത് വളരെ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ കുഴിയിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ടാവാം. വാസ്തവത്തിൽ നഗരവാസികൾ നേരത്തെ തന്നെ സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം കഥയിൽ നിന്നും നടുക്ക് എഴുന്നേറ്റോടിയ ആ പയ്യൻ അവൻ തുടർച്ചയായി ആ കുന്നിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നു. ദ ബീസ്റ്റ് ഓഫ് ജവാർദാൻ തങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് അവൻ നേരത്തെ കണ്ടിരുന്നു. അതിനെ പേടിച്ചാണ് ആ പയ്യൻ ഒന്നും പറയാതെ നേരെ നഗരത്തിലേക്ക് ഓടിയത്. ആ പയ്യൻ പോയി ആദ്യം ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞു. എല്ലാവരും ആയുധങ്ങളുമായി തയ്യാറെടുക്കുകയായിരുന്നു. കുട്ടികളുടെ ഒരു സംഘം ജീനിനെയും കൊണ്ട് ഏകദേശം മരിച്ച നിലയിലെത്തിയപ്പോൾ എല്ലാവരും അവരെ സഹായിക്കാൻ തയ്യാറായി. തിരിച്ചവർ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ജോക്കിനെയും ജീനിനെയും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നില്ല. കാരണം അവർക്ക് വളരെ കൂടുതൽ പരിക്കേറ്റിരുന്നു. ബാക്കിയുള്ള 4 കുട്ടികളും ഈ ഗ്രാമവാസികളോടൊപ്പം ചേർന്ന് ആ സ്ഥലത്തേക്ക് പോയി. മറ്റൊരു വശത്ത് നഗരത്തിൽ ജോക്കിനെയും ജീനിനെയും ഒരു വീടിനുള്ളിൽ പാർപ്പിച്ചു. നഗരത്തിലെ ഏക ഡോക്ടർ മരുന്നുകളുമായി എത്തി. ഏകദേശം മരിക്കാറായ ജീന്റെ ചികിത്സ ആരംഭിച്ചു. അതേസമയം ജോക്കിന്റെ വയറ്റിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു, ആരോ കീറിയതുപോലെ. അത് ദ ബീസ്റ്റ് ഓഫ് ജാവർദാന്റെ കൈകളുടെ അടയാളങ്ങളായിരുന്നു. ആദ്യം ജീന്റെ ചികിത്സ ആരംഭിച്ചു. അവിടെ ഒരു കാര്യമുണ്ടായിരുന്നു. അവന്റെ തലയോട്ടിയിൽ പോലും ഒടിവുണ്ടായിരുന്നു. കാരണം ആ ബീസ്റ്റ് ഓഫ് ജവാർദാൻ ആ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് അത് വളരെ ശക്തിയോടെയാണ് വീണത്. ആ കുലുക്കം പാവം ജീനിനും കിട്ടി. കാരണം അവൻ അതിന്റെ വായിലായിരുന്നു. ആ കുലുക്കം കാരണം തന്റെ തലയോട്ടിക്കകത്തേക്ക് ഒടിവുണ്ടായി. എങ്കിലും അവസാനം ജീൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. അതേസമയം ജോക്കിന്റെ മുറിവുകൾ വളരെ ആഴമുള്ളതായിരുന്നുവെങ്കിലും ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും സുഖമായി. അവയ്ക്കൊരു ദോഷവും സംഭവിച്ചില്ല. ജോക്കും പൂർണ്ണമായി സുഖം പ്രാപിച്ചു. മറുവശത്ത് 4 കുട്ടികളും ആ കുന്നിന്റെ ഭാഗത്തെത്തിയപ്പോൾ അവർ കുഴി കാണിച്ചെങ്കിലും അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ അവസാനം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ബീസ്റ്റ് ഓഫ് ജവാർദാൻ ഇപ്പോഴും ഉള്ളിലുണ്ടാകാമെന്ന് ഗ്രാമവാസികൾക്ക് തോന്നി. അതുകൊണ്ട് അവർ മുകളിൽ നിന്നും വെടിവെക്കാൻ തുടങ്ങി. അകത്ത് വെടിമരുന്ന് വെച്ച് ധാരാളം ബോംബുകൾ പൊട്ടിച്ചു. പക്ഷെ അകത്തും ഒന്നും അനുഭവപ്പെട്ടില്ല. ബീസ്റ്റ് ഓഫ് ജവാർദാൻ ഒരുപക്ഷെ അവിടെ നിന്നും പുറത്തു വന്നിരിക്കാം. എന്നാൽ നഗരവാസികൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ കുഴിയുടെ അരികിൽ ഒരു വലിയ കല്ല് വെച്ചു. അങ്ങനെ ബീസ്റ്റ് ഓഫ് ജവാർദാൻ ഉള്ളിലാണെങ്കിൽ അത് പുറത്തു വരാതിരിക്കാൻ. എന്നാൽ അടുത്ത 2 വർഷത്തേക്ക്, അതായത് ആ സംഭവം നടന്ന ഏകദേശം 3 വർഷത്തിലധികം കഴിഞ്ഞിട്ടും ബീസ്റ്റ് ഓഫ് ജവാർദാൻ ഈ നഗരം മുഴുവനും തന്റെ ഭീകരത നിലനിർത്തി. അത് തുടർച്ചയായി ആളുകളെ കൊല്ലുകയായിരുന്നു. തുടർച്ചയായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഈ അവസ്ഥയിലാക്കുന്നുണ്ടായിരുന്നു. അതായത് ആ ദിവസം ബീസ്റ്റ് ഓഫ് ജവാർദാൻ അവിടെ നിന്നും പുറത്തു വന്നിരുന്നു. അങ്ങനെ 1767 സെപ്റ്റംബർ 17 ആ ദിവസം വന്നു. ആ സംഭവത്തിന് ഏകദേശം 3 വർഷത്തിലധികം കഴിഞ്ഞിരുന്നു. ഈ ദിവസം അവസാനം ഒരു വേട്ടക്കാരന്റെ മുന്നിൽ ഈ ബീസ്റ്റ് ഓഫ് ജവാർദാൻ പ്രത്യക്ഷപ്പെട്ടു. ഭാഗ്യവശാൽ ആ സമയത്ത് ആ വേട്ടക്കാരന്റെ കയ്യിൽ വലിയൊരു തോക്കുണ്ടായിരുന്നു. ആ തോക്കുപയോഗിച്ചവൻ ബീസ്റ്റ് ഓഫ് ജവാർദാനെ വേട്ടയാടി. ഈ മൃതദേഹം ആളുകൾ ആദ്യമായി കണ്ടപ്പോൾ അതെ, ഇതാണ് ഈ ഭീകരത നിലനിർത്തിയതെന്ന് അവർക്ക് വിശ്വാസമായി. ആ 7 കുട്ടികളും ഇതിന്റെ തെളിവ് നൽകി. അതെ, അന്ന് ഞങ്ങൾ ഇയാളെയാണ് കണ്ടത്. ഇയാളാണ് ഞങ്ങളുടെ ജീനിനെ വായിലമർത്തി ഇവിടെ നിന്നും ഓടിയത്. ഈ ഘട്ടത്തിൽ 100-ലധികം കുട്ടികളെയോ വൃദ്ധരെയോ യുവാക്കളെയോ ഉൾപ്പെടെ ഏകദേശം 100-ലധികം കൊലപാതകങ്ങൾ ഈ ബീസ്റ്റ് ഓഫ് ജവാർദാൻ ചെയ്തിരുന്നു. ഈ വിചിത്രമായ ജീവിയുടെ മൃതദേഹം സർക്കാരിന്റെ മുന്നിൽ വന്നപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അവർക്ക് തോന്നി. കാരണം ഇതൊരു ചെന്നായയല്ല. ഇത് ചെന്നായയെപ്പോലെ കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. ഇത് ചെന്നായയെപ്പോലെ 4 കാലില്ല, 2 കാലിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. എന്നാൽ ആ സമയത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർക്ക് ഇന്നത്തെ കാലത്തുള്ളത്ര സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ സമയത്ത് ലഭ്യമായത് ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. എന്നാൽ ഇത് മനുഷ്യനാണോ മൃഗമാണോ എന്താണ് രോഗമെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ബീസ്റ്റ് ഓഫ് ജവാർദാന്റെ വയറ് കീറി പരിശോധിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ധാരാളം മനുഷ്യരുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അത് തിന്നവരുടെ കഷ്ണങ്ങൾ ഉള്ളിൽ ഇപ്പോഴും ദഹിക്കാതെ കിടക്കുന്നു. എന്നാൽ ഈ സംഭവത്തിലെ ഏക നായകൻ ജോക്ക്.
ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഭീരുവായി കണക്കാക്കപ്പെട്ടിരുന്ന കുട്ടി. എല്ലാവരും അവനെ പേടിത്തൊണ്ടനെന്ന് വിളിച്ചു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ജോക്ക് ജവാർദാൻ നഗരത്തിലെ മാത്രമല്ല, ഫ്രാൻസിൽ മുഴുവനും അത്രയധികം പ്രശസ്തനായി. ജോക്ക് അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസിന്റെ സെലിബ്രിറ്റിയായി മാറി. ജോക്ക് എവിടെ പോയാലും ആളുകൾ അവനെ തങ്ങളുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമായിരുന്നു. കാരണം അവൻ ബീസ്റ്റ് ഓഫ് ജവാർദാനുമായി മുഖാമുഖം പോരാടിയ ഒരേയൊരു അതിജീവിച്ച ആളായിരുന്നു. വാസ്തവത്തിൽ ഈ കഥ ആ സമയത്ത് ഫ്രാൻസിൽ അത്രയധികം പ്രചാരം നേടി. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വാമൊഴിയായി ഇത് കിങ് ലൂയി 15 അടുത്തെത്തി. ഇത് കേട്ട് അദ്ദേഹം അത്രയധികം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ജോക്കിനെ തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം ജോക്കിന്റെ മുന്നിൽ വളരെയധികം പണം വെച്ചു. അതെ, നീ സുഖമായി പഠിക്കേ. നിനക്ക് പുരോഹിതനാകണമെങ്കിൽ നീ പുരോഹിതനാകൂ. നിന്റെ എല്ലാ ചെലവുകളും ഞാൻ വഹിക്കും. ഇതിനുശേഷം ജോക്ക് ജവാർദാൻ നഗരത്തിൽ നിന്നും വടക്കൻ ഫ്രാൻസിലേക്ക് മാറി. അവിടെ അവൻ തന്റെ തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ജോക്ക് എവിടെയാണോ പഠിച്ചത് അവിടെ ഇന്നും ജോക്കിന്റെ പേരിൽ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ ഇന്നും അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. അതിൽ ജോക്ക് ഒരു വടിയുമായി ഒരു വലിയ ജീവിയുമായി പോരാടുന്നതായി കാണാം. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എന്നോട് പറയുക. ഇതൊരു കെട്ടിച്ചമച്ച കഥയല്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും.